ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പൂർണ്ണമായ സ്വാതന്ത്ര്യം ആധ്യാത്മിക മേഖലയിൽ നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒറ്റ ദൈവത്തെ തന്നെ ആരാധിക്കാൻ സനാതന ധർമ്മം പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെയൊക്കെ ആരാധിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മളുടെ വീട്ടില് നമ്മൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് താമസിക്കുകയാണ് അല്ലെ. നമ്മൾ അങ്ങനെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരേ വീട്ടിൽ തന്നെ ഉള്ളവർക്ക് വ്യത്യസ്ത അഭിരുചികൾ ഉണ്ടാവും. നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിൽ അച്ഛന് ഇഡലി ആയിരിക്കും ഇഷ്ടം, അമ്മയ്ക്ക് ദോശയായിരിക്കും ഇഷ്ടം, നമുക്ക് ഒരുപക്ഷെ ചപ്പാത്തി ആയിരിക്കും ഇഷ്ടം അല്ലെ. നമ്മുടെ വീട്ടിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികൾ ഉള്ളവരുണ്ട്. വസ്ത്രധാരണ രീതിയിൽ പോലും നമുക്ക് ഒരുപക്ഷെ നീല ഷർട്ട് ഇടുന്നതാണ് ഇഷ്ടം, അച്ഛന് വെള്ള ഷർട്ടായിരിക്കും ഇഷ്ടം, അമ്മയ്ക്ക് മറ്റൊരു കളറായിരിക്കും ഇഷ്ടം. അങ്ങനെ ഒരേ കുടുംബത്തിൽ താമസിക്കുമ്പോഴും വ്യത്യസ്ത അഭിരുചികൾ ഉള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അത് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ അഭിരുചികൾ ഉണ്ട്. പക്ഷെ ആ വ്യത്യസ്ത അഭിരുചികൾ ഉള്ളപ്പോഴും ഒരേ വീട്ടിൽ ഒരേ മനസ്സോടെ സ്നേഹപൂർവ്വം നമ്മൾ കഴിയുകയാണ് അല്ലെ. കുടുംബ സങ്കല്പം ഭാരതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമാണ്. വസുദൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ളതാണ് ഭാരതത്തിന്റെ സങ്കല്പം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥനകൾ. ഈ വൈവിധ്യതയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയാറ് അല്ലെ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും. ഇതേ സ്വാതന്ത്ര്യം തന്നെ അതിമഹത്തായ സനാതന ധർമ്മം നമ്മുടെ ആധ്യാത്മിക മേഖലയിലും നൽകുന്നുണ്ട്. നിങ്ങൾക്കൊന്നല്ലെങ്കിൽ യോഗം അനുഷ്ഠിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ത്രം അനുഷ്ഠിക്കാം, ഇല്ലെങ്കിൽ വേദാന്ത മാർഗം നിങ്ങൾക്ക് പിന്തുടരാം. യോഗത്തിൽ തന്നെ അനേകം യോഗമുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം തന്നെ സമഗ്ര ജീവിത വിജയത്തിന്റെ ശാസ്ത്രമാണ് യോഗ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. സമ്പൂർണ്ണ ജീവിത വിജയത്തിന് എങ്ങനെ യോഗശാസ്ത്രത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ യോഗശാസ്ത്രം തന്നെ അനേകം ഉണ്ട്. യോഗം എന്ന വാക്കിന് സംസ്കൃത ഭാഷയിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗ, യോഗ് എന്ന വാക്കുണ്ടായത്. നിങ്ങളുടെ എല്ലാവരും ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? യൂണിയൻ, ഒന്നു ചേരുക, ലയിക്കുക എന്നുള്ളതാണ്. സമ്പൂർണ്ണ ജീവിത വിജയത്തിന്റെ ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നു. യോഗാനുഷ്ഠാനത്തിലൂടെ സമ്പൂർണ്ണ ജീവിത വിജയം നേടാമെന്നും ഋഷികൾ നമ്മളോട് പറയും. അപ്പൊ നമ്മളെ കൂട്ടിച്ചേർക്കുന്ന, ലയിപ്പിക്കുന്ന ഒരു വിദ്യയാണ് യോഗം. യോഗം എന്ന വാക്ക് നമുക്കെല്ലാം സുപരിചിതമാണ്. കുടുംബയോഗം അല്ലെ, വാർഷിക പൊതുയോഗം എന്നുള്ള യോഗങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒന്നിച്ചു ചേരലാണ് യോഗം. ഇപ്പോൾ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ഭാരതത്തിലല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആധ്യാത്മിക വിഷയങ്ങളിൽ, യോഗശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ളവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ആ ദിവസം യോഗ ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെ. എല്ലാ രാഷ്ട്രങ്ങളിലും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേക രാഷ്ട്രങ്ങളിൽ യോഗ അവരനുഷ്ഠിക്കുകയാണ്. യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. അതിന് ജാതി, മതം, വർണ്ണം, വർഗം, സ്ത്രീ, പുരുഷൻ, ചൈനക്കാരൻ, ഇന്ത്യക്കാരൻ, അമേരിക്കക്കാരൻ അങ്ങനെ യാതൊരു ഭേദഭാവവുമില്ല. മനുഷ്യ മനസ്സുകളുടെ ഒന്നുചേരലാണ് യോഗം. അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് വെളുത്തവനെന്നോ കറുത്തവനെന്നോ എന്ന ഭേദമില്ലാതെ, ഇന്ന ജാതിയോ ഇന്ന മതമോ എന്ന ഭേദമില്ലാതെ, പുരുഷനോ സ്ത്രീ എന്നോ ഭേദമില്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ശാസ്ത്രമാണ് യോഗം എന്ന് പറയുന്നത്. അതാണ് യോഗ സമഗ്ര ജീവിത വിജയത്തിന്റെ ശാസ്ത്രമാണെന്ന് പറയുന്നത്. ആ യോഗ ദിനത്തെയാണ് വരുന്ന ജൂൺ 21 നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത്. ഭാരതത്തിൽ ഉത്ഭവിച്ച് അല്ലെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് വളർന്ന് കയറിക്കൊണ്ടിരിക്കുന്ന അതിമഹത്തായ ഒരു ശാസ്ത്രമാണ് യോഗം. അപ്പൊ ആ യോഗത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പദത്തിന്റെ അർത്ഥമാണ്. യോഗ് അല്ലെ, യോഗ്, യൂണിയൻ, ഒന്നുചേരൽ, കൂടിച്ചേരുക, ലയിക്കുകയാണ് യോഗം. ആ യോഗ ശബ്ദത്തെ ഋഷി അതിന്റെ ഏറ്റവും ഉന്നതമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പാരമാർത്ഥിക തലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈശ്വരനുമായിട്ടുള്ള ഒന്നുചേരലാണ് യഥാർത്ഥത്തിൽ യോഗം എന്ന് ഋഷി പറയുന്നു. സംയോഗോ യോഗയുക്തിത്വോ ജീവാത്മാ പരമാത്മനോ. ജീവാത്മാ പരമാത്മാ ലയനം യോഗ്
യോഗം എന്ന ഋഷി അതിന്റെ ഏറ്റവും ഉയർന്ന അർത്ഥത്തിൽ യോഗയെ വിവക്ഷിച്ചിട്ടുണ്ട്, അല്ലെ? അതിനൊരു ഉദാഹരണവും ഋഷികൾ പറയുന്നു. അനേകം നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. കേരളത്തിൽ 44 നദികൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഭാരതം ജലസമൃദ്ധിയുള്ള ഒരു രാഷ്ട്രം തന്നെയാണ്. ഭാരതത്തിൽ അനേകം നദികളുണ്ട്. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, ഗോദാവരി, കാവേരി, അല്ലെ, കൃഷ്ണ, അനേകം പേരുകൾ നദികൾക്കുണ്ട്. ഇതിലുള്ളതെല്ലാം ജലമാണെന്ന് നമുക്കറിയാം. സമുദ്രത്തിലുള്ളതും ജലമാണ്. അപ്പോ ഓരോ സ്ഥലങ്ങളിലൂടെ ഒഴുകി വരുമ്പോൾ പ്രാദേശികമായ നാമങ്ങളും ഈ നദികൾക്കുണ്ട്. പക്ഷെ ഈ നദികളെല്ലാം അവസാനം എവിടെ വന്ന് ചേരുന്നു? സമുദ്രത്തിൽ വന്നാണ് ചേരുന്നത്. നദികളിലെ ജലം സമുദ്രത്തിൽ വന്നു ചേരും. ആ സമുദ്രത്തിൽ വന്നു ചേരുമ്പോൾ ഇത് ഗംഗാനദിയിലെ ജലം, ഇത് യമുനാ നദിയിലെ ജലം, ഇത് ബ്രഹ്മപുത്രയിലെ ജലം, ഇത് കാവേരിയിലെ ജലം, ഇത് കൃഷ്ണയിലെ ജലം എന്നില്ല. അവിടെ നദികളില്ല. ആ നദികളെല്ലാം തന്നെ സമുദ്രത്തിലാണ് വരിക, അല്ലെ? പിന്നെ അത് അറബിക്കടൽ എന്ന ഒരു ഒറ്റ പേരിൽ അത് അറിയപ്പെടും. ഇവിടെ നദികൾ ജീവാത്മാക്കളായ മനുഷ്യരാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള യോഗക്രിയകൾക്കാണ് ഈ പേര് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് സമുദ്രമാണ്, അല്ലെങ്കിൽ പരമാത്മാവാണ് എന്ന് നമ്മൾ പറയും. ആ പരമാത്മാവിനെ പരമേശ്വരൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. നിങ്ങൾ ഓഡിയോ സുശീല, ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. സുശീല, ഞാൻ മ്യൂട്ട് ചെയ്യാം ഒരു മിനിറ്റ്. അപ്പൊ മനുഷ്യരെ ജീവാത്മാക്കൾ എന്നും ഈശ്വരനെ പരമാത്മാവെന്നും പറയുന്നു. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് യോഗയുടെ ഏറ്റവും പാരമാർത്ഥിക തലത്തിലുള്ള, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു അർത്ഥത്തെ പറ്റിയാണ്. അനേകം നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകി ഏകമായ സമുദ്രത്തിൽ വന്നു ചേരുന്നത് പോലെ നമ്മൾ യോഗം, അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചാലും വേദാന്തയോഗം അനുഷ്ഠിച്ചാലും തന്ത്രയോഗം അനുഷ്ഠിച്ചാലും അവസാനം നമ്മൾ ചെന്നെത്തുന്ന ലക്ഷ്യം ഏതാണ്? അത് ഈശ്വരനാകുന്ന പരമാത്മാവാകുന്ന സമുദ്രമാണ്. കൃഷ്ണയും ഗോദാവരിയും കാവേരിയും എല്ലാം ഒഴുകി ഒഴുകി പല പേരുകളിലൂടെ ഒഴുകി അവസാനം സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. അവിടെ കൃഷ്ണയില്ല, ഗോദാവരിയില്ല, കാവേരിയില്ല. നമ്മൾ കർമ്മയോഗം ചെയ്യുകയാണെങ്കിലും ജ്ഞാനയോഗം ചെയ്യുകയാണെങ്കിലും ക്രിയാകുണ്ഠലിനി യോഗം ചെയ്യുകയാണെങ്കിലും തന്ത്രയോഗം ചെയ്യുകയാണെങ്കിലും മന്ത്രയോഗം ചെയ്യുകയാണെങ്കിലും രാജയോഗം ചെയ്യുകയാണെങ്കിലും ഈ യോഗമാർഗങ്ങളെല്ലാം തന്നെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഏകനായ ആ പരമേശ്വരനാകുന്ന സമുദ്രത്തിലാണ് എന്ന് ഋഷികൾ പറയുന്നു. അപ്പൊ ജീവാത്മാക്കളായ മനുഷ്യരെ പരമാത്മാവുമായി പരമേശ്വരനുമായി യോഗം ചെയ്യിപ്പിക്കുന്ന വിദ്യ എന്തോ, കൂട്ടിച്ചേർക്കുന്ന വിദ്യ എന്തോ, ഒന്നിപ്പിക്കുന്ന വിദ്യ എന്തോ, ലയിപ്പിക്കുന്ന വിദ്യ എന്തോ, അതിനെയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ യോഗ തന്നെ അനേകമുണ്ട്. അതിൽ പ്രധാന 3 യോഗങ്ങളാണ് നമ്മൾ ഈ പറയുന്ന അഷ്ടാംഗ യോഗ മാർഗങ്ങൾ. അത് ഉൾക്കൊള്ളുന്ന യോഗ. അതിൽ അഷ്ടാംഗ യോഗയുണ്ട്. അത് മഹർഷി പതഞ്ജലി പറഞ്ഞതാണ് അഷ്ടാംഗ യോഗ. യോഗ തന്നെ ഒരുപാടുണ്ട്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, 8 പടികളായിട്ടാണ് മഹർഷി പതഞ്ജലി ഇന്ന് വളരെ പോപ്പുലർ ആയിരിക്കുന്ന അഷ്ടാംഗ യോഗത്തെ പറ്റി പറഞ്ഞത്, അല്ലെ? ഇത് കൂടാതെ അനേക യോഗങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ഭക്തി യോഗം. ഭക്തി എന്താണ്? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഭക്തന്മാരാണ് നമ്മൾ, ഭക്തകളാണെന്ന് പറയും. അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് ഗോഡ്, ദാറ്റ് ഈസ് ഡിവോഷൻ. ഈശ്വരനിലേക്കുള്ള ആത്മാനുസന്ധാനമായിരിക്കുന്ന ഒരു ഡിവോഷനാണ്, അല്ലെ, സമർപ്പണമാണ്. അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരു കണ്ടീഷനും വെക്കാതെയുള്ള നിരുപാധിക സ്നേഹമാണ് ഭക്തി എന്ന് പറയും. അപ്പൊ ഭക്തി നിങ്ങളെ ഈശ്വരനുമായി യോഗം ചെയ്യിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ഭക്തമീര, കബീർദാസ്, തുളസീദാസ് ഇവരൊക്കെ തന്നെ ഭക്തിമാർഗം ഉപയോഗിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയവരാണ്. അങ്ങനെ ഭക്തി യോഗ എന്ന് വിളിക്കുന്ന ഒരു മാർഗമുണ്ട്. മറ്റൊന്നാണ് കർമ്മയോഗം എന്ന് വിളിക്കുന്നത് യോഗമാണ്, അല്ലെ? കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രവർത്തനങ്ങൾ ഈശ്വരോന്മുഖമാക്കി കൊണ്ടുപോയി ഈശ്വരനുമായി യോഗം ചെയ്യുന്നതാണ് കർമ്മയോഗം. നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? 3 തലത്തിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത്. 1 മനസ്സ, 2 വാചകങ്ങൾ കൊണ്ട്, 3 കർമ്മേന്ദ്രിയങ്ങളിലൂടെ. കർമ്മണ, മനസ്സ, വാച, കർമ്മണയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുക. മനസ്സുകൊണ്ട് ചിന്തിക്കുകയും
വാക്കുകളിലൂടെ അത് പറയുകയും കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മളത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും നമുക്കുണ്ടെന്നറിയാം. അപ്പൊ മനസ്സാ വാച കർമ്മണ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈശ്വരോന്മുഖമാക്കുക. അതായത് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കണം. മനസ്സിൽ എപ്പോഴും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വാക്കുകൾ കൊണ്ട് പറയുന്നത് നല്ലതായിരിക്കണം. വാക്കുകളിലൂടെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ ഇരുന്ന് എഴുതുകയാണ്, ഒരു ഫയൽ നോക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്, നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ കർമ്മത്തിൽ ഈശ്വര സ്മരണയോടെ ചെയ്താൽ അത് കർമ്മയോഗമായി മാറും എന്ന് ഋഷികൾ പറയും. അതായത് മനസ്സാ വാച കർമ്മണ ഉള്ള നമ്മളുടെ ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും ദൈനംദിനമുള്ള പ്രവർത്തനങ്ങളിൽ ഈശ്വര നാമമോ ഈശ്വര സ്മരണയോ ചേർത്ത് ഓരോ നിമിഷവും ഈശ്വരോന്മുഖമായി ജീവിച്ചാൽ നമ്മൾ ആ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എന്താകും? ഈശ്വരനിലേക്ക് നമ്മളെ നയിക്കും എന്ന് പറയും. കർമ്മയോഗം എന്ന് വിളിക്കുന്നത് നമുക്കിപ്പോ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഭക്തിയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, രാജയോഗമുണ്ട്. എന്താണ് രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഗ ശാസ്ത്രം അനുസരിച്ച് നമ്മുടെ എല്ലാം ശരീരം എന്ന് പറയുന്നത് ത്രിമാന ശരീരങ്ങളാണ്. അതായത് ഈ ഫിസിക്കൽ ബോഡിയെ കൂടാതെ 2 ലെയറുകൾ, 2 ശരീരങ്ങൾ നമുക്കുണ്ടെന്ന് പറയും. ഈ കാണാവുന്ന, നമുക്ക് സ്പർശിക്കാവുന്ന പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തെയാണ് നമ്മൾ ഭൗതിക ശരീരം എന്ന് പറയും. ഇത് കൂടാതെ നമുക്ക് സൂക്ഷ്മ ശരീരമുണ്ട്. അതും കൂടാതെ നമുക്ക് കാരണ ശരീരമുണ്ടെന്ന് യോഗികൾ പറയുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇതൊക്കെ ഉള്ളതാണോ? ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മരണശേഷം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഈ മരണത്തിന് മുമ്പ് ഇവിടെ ഈ ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? ഇനി എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെയാണ് ഈ ശരീരം ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നത്? ആത്മാവ് എന്താണ്? അങ്ങനെയുള്ള അനേകം ചിന്തകളുണ്ട്. അപ്പൊ ഇവിടെ ഈ ശരീരം തന്നെ ത്രിമാന ശരീരങ്ങളായിട്ട് പറയുന്നു. അന്നമയ കോശമെന്ന രീതിയിൽ ഫിസിക്കൽ ബോഡി, അതേപോലെ തന്നെ പ്രാണമയ, മനോമയ, വിജ്ഞാനമയ കോശങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മളുടെ സൂക്ഷ്മ ശരീരം, മറ്റൊന്ന് കാരണ ശരീരം, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ആനന്ദമയ കോശം. ത്രിമാന ശരീരങ്ങളെന്നും പഞ്ചമാന ശരീരങ്ങളെന്നും തന്നെ പറയും. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, രാജയോഗ മാർഗം എന്ന് പറഞ്ഞാൽ യോഗത്തിൽ പറയുന്നത് നിങ്ങളുടെ മൂലാധാരത്തിൽ, നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയിലെ മൂലാധാര ചക്രത്തിൽ ഒരു എനർജി ഉണ്ട്. കുണ്ഡലിനി ശക്തിയുടെ മൂലരൂപം എന്നാണ് അതറിയപ്പെടുക. 3.5 ചുറ്റായ ഒരു പെൺപാമ്പിന്റെ രൂപമെന്ന് ചില യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ എനർജികളെയും ഉണർത്താൻ സഹായിക്കുന്ന അസാമാന്യമായ ശക്തിയുള്ള ഒരു തലമാണ് ഈ മൂലാധാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മൂലാധാരത്തിലെ ശക്തി ഷഡാധാര ചക്രങ്ങളിലൂടെ കടന്ന് സഹസ്രാരയിൽ പോകും. അതായത് ശക്തി സഹസ്രാരയിൽ ആരാണുള്ളത്? ശിവനാണ് യോഗ ഭാഷയിൽ. നമ്മളുടെ കുണ്ഡലിനി ശക്തിയുടെ ഏറ്റവും ഉയർന്ന തലം ശിവനിലാണെന്ന് പറയുന്നു. അപ്പൊ ശക്തി ശിവനിൽ പോയി ലയിക്കുന്ന ഒരു തലമുണ്ട്. അങ്ങനെ അത് പോകുന്നത് രാജനാഡിയിലൂടെയാണ്. ഏതാണ് രാജനാഡി? സുഷുമ്ന നാഡിയാണ്. നമ്മുടെ ഉള്ളിൽ 3 നാഡീ സംവിധാനങ്ങൾ ആസ്ട്രൽ ബോഡിയിൽ ഉണ്ടെന്ന് യോഗികൾ പറയും. ഞാൻ ഈ പറയുന്നത് യോഗശാസ്ത്രമാണ്, കുണ്ഡലിനി ശാസ്ത്രമാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കും, എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ത്രിമാന ശരീരമുള്ളതുപോലെ ത്രിനാഡികൾ ആസ്ട്രൽ ബോഡിയിലുണ്ട്. ഇടാനാഡി അല്ലെങ്കിൽ ഇടതുവശത്തെ നമ്മളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നാഡി, അതിനെ സ്ത്രീനാഡി എന്ന് പറയുന്നു. പാർവതി നാഡി എന്നതിന് പേരുണ്ട്. അതിന്റെ പ്രകൃതം തണുപ്പാണ്, സ്ത്രീ പ്രകൃതിയാണ്. ചന്ദ്രനാഡി എന്നും അതിന് പേര് പറയും. ഇടത് വശത്തെ ശ്വാസം, ഇടതുവശത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ഇടാനാഡിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വലതുഭാഗം, അത് വലതുവശത്തിലൂടെയുള്ള ശ്വാസം, വലതുവശത്തൂടെയുള്ള പ്രാണന്റെ കാര്യങ്ങൾ, വലതുവശത്തോടെയുള്ള ചലനങ്ങൾ, ഇതെല്ലാം പിംഗള നാഡി എന്ന് വിളിക്കുന്ന നാഡിയാണ്. ഇതിനെ പുരുഷ നാഡി എന്ന് പറയുന്നു, ഇതിനെ ശിവനാഡി എന്ന് പറയുന്നു, ഇതിന് ചൂട് എന്ന പ്രകൃതമാണ് ഇതിനുള്ളത്. അപ്പൊ ഇടാനാഡി, പിംഗള നാഡി. സാധാരണ മനുഷ്യനിൽ ഈ 2 നാഡികളാണ് ഏറ്റവും അധികം ആക്റ്റീവ് ആകുക. ഇതിന്റെ മധ്യത്തിൽ കൂടി ഒരു നാഡി പോകുന്നുണ്ട്. ഇതിനെ സരസ്വതി നാഡി അല്ലെങ്കിൽ രാജനാഡി എന്ന് പറയും. അപ്പൊ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തിയെ ഷഡാധാര ചക്രങ്ങളിലൂടെ കടത്തി, രാജനാഡിയിലൂടെ കടത്തി ശിവരാജനിൽ, പരമശിവനിൽ, സഹസ്രാരത്തിൽ കുടികൊള്ളുന്ന ശിവനിലേക്ക് ലയിപ്പിക്കുന്ന വിദ്യകളൊക്കെ അറിയപ്പെടുന്നത് രാജയോഗ വിദ്യകളെന്നാണ്.
അനേക വിദ്യകൾ അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ശിവകുണ്ടലിനി യോഗം, ആയുഷ്കല, രാജയോഗ മെത്തേഡാണ്. അതായത് ഇടാപിംഗള നാഡികളിൽ നിന്നും പ്രാണന്റെ ശക്തിയെ മധ്യമനാഡിയായ സരസ്വതി നാഡിയിലേക്ക്, സുഷുമ്നാ നാഡിയിലേക്ക് നമ്മൾ കടത്തിവിടുന്ന ടെക്നിക്കാണ്. അങ്ങനെ മൂലാധാരത്തിലെ ശക്തി ഷഡാധാരങ്ങളെ ഭേദിച്ച് 6 എനർജി സെന്ററുകളിലൂടെ കടന്ന് സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്യുന്നു. ശിവരാജയോഗം, ശിവകുണ്ഡലിനി യോഗം, ശിവതന്ത്രയോഗം, ശിവകാളിയോഗം, വശിയോഗം, ശിവയോഗം, ക്രിയായോഗം, സ്വരയോഗം, ശരനൂൽ യോഗം എന്നൊക്കെ അറിയപ്പെടുന്ന വിദ്യ ഇതാണ്. ഷഡാധാര ചക്രങ്ങളും മനസ്സും ബോധവും പ്രാണനും ചേർത്ത് ചെയ്യുന്ന എല്ലാ വിദ്യകളും നിങ്ങളുടെ സഹസ്രാരയിലെ ശിവനെ ഉണർത്തുന്ന രാജക്രിയകളാണ് രാജയോഗ മാർഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഭക്തിയോഗമുണ്ട്, അല്ലെ, കർമ്മയോഗമുണ്ട്, രാജയോഗമുണ്ട്, അതുപോലെ തന്നെ ജ്ഞാനയോഗമുണ്ട്. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത്. ഈ ക്രിയകളെല്ലാം തന്നെ ജ്ഞാനയോഗ വിദ്യകളാണ്. ഉദാഹരണത്തിന് വേദാന്ത ശാസ്ത്രത്തിന്റെ മെത്തേഡുകളൊക്കെ ജ്ഞാനയോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ട് ഉള്ള കഴിവുകൾ ഉള്ളവർക്ക് പോകാൻ പറ്റുന്ന മേഖലയാണ് വേദാന്ത മേഖല എന്ന് പറയുന്നത്. യോഗം നിങ്ങൾക്ക് ആർക്കും പഠിക്കാം, പണ്ഡിതനോ പാമരനോ പഠിക്കാം, ഏത് അക്കാദമിക് ലെവലുള്ള ആൾക്കും പഠിക്കാം, അക്കാദമിക്കലി താഴ്ന്ന ഒരാൾക്കും യോഗ പഠിക്കാം. സിമ്പിളാണ്. ആ യോഗം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകും. പക്ഷേ വേദാന്ത ശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള പവർ നമുക്ക് വേണം. കാരണം അതില് വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥ വേദാന്തം ഇഹാമുത്ര ഫലഭോഗ വിരാഗം അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയും. ഈ സബ്ജക്ട് കുറച്ച് കട്ടിയാണ്, എങ്കിലും നമുക്ക് അതിനെ ഒന്ന് ധാരാളം യോഗ പഠിക്കുന്നവർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെ ഒന്ന് ഓടിച്ചു പറയാം. അല്ലെ, വേദാന്ത ശാസ്ത്രം പഠിക്കാൻ നമ്മൾ പോയാൽ അതിൽ ചില നിയമങ്ങൾ പറയുന്നു. യഥാർത്ഥ വേദാന്തികൾ ഇഹാമുത്ര ഫലഭോഗ വിരാഗം അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയും. എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അയലോക്കക്കാരനോട് നമുക്കുള്ള ദേഷ്യമല്ല വൈരാഗ്യം. അല്ലെങ്കിൽ നമ്മളൊരു സാധനം ചോദിച്ചപ്പോ ഒരാൾ തന്നില്ല, അവനോടുള്ള ദേഷ്യമല്ല വൈരാഗ്യം എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിലല്ലേ ഇവിടെ വൈരാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അവിടെ എന്താണ്? ഇഹാമുത്ര ഫല ഭോഗ വിരാഗം. ഇഹത്തിലും പരത്തിലും, ഈ ലോകത്തിലും ഇനി വരുന്ന പരലോകത്തിലുമുള്ള എല്ലാ സുഖങ്ങളെയും നിങ്ങൾ ത്യജിക്കണം. ഈ ഒരു ക്വാളിറ്റി യഥാർത്ഥ വേദാന്ത ശാസ്ത്രത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് വേണം. ഇഹാമുത്ര ഫലഭോഗ വിരാഗം. ഒന്നിനും ആഗ്രഹം നിങ്ങൾക്ക് പാടില്ല, എല്ലാത്തിനെയും ത്യജിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ശമ ദമാതി സാധന ശൽക്ക സമ്പത്തി. ശമ ദമാതി സാധന ശൽക്ക സമ്പത്തി. ശമം ദമം എന്നൊക്കെ പറയുന്ന ചില നിയമങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ യഥാർത്ഥ വേദാന്ത ശാസ്ത്രം നമുക്ക് പഠിക്കാൻ പറ്റും. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ എന്താ? തീവ്രമായ മോക്ഷയിച്ഛ. ഭൗതികമായ ഒന്നിലും നിങ്ങൾക്ക് ആഗ്രഹം പാടില്ല. ഈശ്വരൻ അല്ലെങ്കിൽ വേദാന്തത്തിന്റെ ഏറ്റവും ഉന്നതമായ ജ്ഞാനാവസ്ഥ പ്രാപിക്കുന്നതിന് വേണ്ടി സർവ്വതിനെയും ത്യജിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വേണം. അപ്പോ അതുപോലെ തന്നെ നിത്യാനിത്യ വസ്തു വിവേകം. നിത്യമേത് അനിത്യമേത്. നമ്മൾ നിത്യരാണോ? അല്ല. 100 വർഷം കഴിഞ്ഞാൽ ഞാനോ നിങ്ങളോ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിത്യമേത് അനിത്യമേതെന്നറിയണം. അപ്പോ നമ്മൾ യഥാർത്ഥ വേദാന്ത ശാസ്ത്രത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ നിയമങ്ങളുണ്ട്. ഇഹാമുത്ര ഫലഭോഗ വിരാഗം, നിത്യാനിത്യ വസ്തു വിവേകം, ശമതമാതി സാധന ശൽക്ക സമ്പത്തി, മുമുക്ഷുത്വം തുടങ്ങിയ തീവ്രമായ നിയമങ്ങൾ പാലിക്കാൻ കഴിയുന്ന ഒരാൾക്ക് യഥാർത്ഥ വേദാന്ത ശാസ്ത്രത്തിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം വേദാന്ത പഠനം, യഥാർത്ഥ വേദാന്ത പഠനം കുറച്ച് കടുകട്ടിയാണ്. ഒന്നിലും നമുക്ക് ആഗ്രഹം പാടില്ല. നിലവിലുള്ളതിനെയൊക്കെ നമുക്കൊന്ന് ഉപേക്ഷിച്ച് അതിനുവേണ്ടി മാത്രം, ജ്ഞാനം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഉള്ളൊരു ശാസ്ത്രമാണ് വേദാന്തം. എന്നാൽ ഇന്ന് വേദാന്തം പഠിക്കുന്ന ധാരാളം പേരുണ്ട്. നമ്മൾ സാൻസ്ക്രിറ്റ് കോളേജിലൊക്കെ പോകുമ്പോൾ ധാരാളം വേദാന്ത ശാസ്ത്ര വിദ്യാർത്ഥികളുണ്ട്. അത് വേദാന്തത്തിന്റെ ഒരു ലൈറ്റ് വെർഷനാണ്. ഞാൻ പറഞ്ഞത് യഥാർത്ഥ പരമ്പരാഗതമായ വേദാന്ത ശാസ്ത്ര പഠനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. മറ്റൊന്നാണ് തന്ത്രശാസ്ത്രം എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈശ്വര സാക്ഷാത്കാരത്തിൽ യോഗ ശബ്ദത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. എന്താണ് യോഗ എന്ന് പറഞ്ഞു, ആ യോഗ ശബ്ദത്തിന്റെ അർത്ഥം പറഞ്ഞു, അല്ലെ? ആ യോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വിവിധ മെത്തേഡുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ യോഗമുണ്ട്, അത് യോഗം തന്നെ പല യോഗങ്ങളുണ്ട്. അതിൽ ഭക്തിയോഗത്തെ പറ്റി പറഞ്ഞു,
പിന്നെ കർമ്മയോഗത്തെ പറ്റി പറഞ്ഞു, രാജയോഗത്തെ പറ്റി പറഞ്ഞു, ജ്ഞാനയോഗ മെത്തേഡുകൾ. ജ്ഞാനയോഗ മെത്തേഡുകളുടെ ഭാഗമായി നമ്മൾ വേദാന്ത ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ വേദാന്ത പഠനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഭാഗം തന്നെയാണ് തന്ത്രശാസ്ത്രം, തന്ത്രയോഗം എന്നാണ് അറിയപ്പെടുക. അതായത് വിവിധ ദേവതകളെ ഉപാസിക്കുന്ന വിദ്യകളാണ് തന്ത്രയോഗ ശാസ്ത്രത്തിലുള്ളത്. തന്ത്രം തന്നെ പ്രധാനമായും 6 വിഭാഗങ്ങളായിട്ട് നമുക്ക് തന്ത്രത്തെ നമുക്കിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി വിവരിക്കാം. തന്ത്രയോഗം, താന്യതേ വിസ്താരയതേതി തന്ത്ര എന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ദൈവീക ശക്തിയെ അല്ലെങ്കിൽ കുണ്ഡലിനി ശക്തിയെ ഉണർത്തി ഉയർത്തി ആ പരമശിവനിലേക്ക് നയിക്കുന്ന വിദ്യ കൂടി തന്നെയാണ് തന്ത്രവും. യോഗമാണെങ്കിലും തന്ത്രമാണെങ്കിലും വേദാന്തമാണെങ്കിലും നിങ്ങൾ യഥാർത്ഥ ഗുരുപരമ്പരകൾക്ക് കീഴിൽ പോയി പഠിച്ചാൽ അതിന്റെ എല്ലാം അധിപതി ഭഗവാൻ പരമശിവനാണ്. സഹസ്രാരമാകുന്ന കൈലാസത്തിൽ പരമശിവൻ കുടികൊള്ളുന്നു എന്നാണ് പറയുക, അല്ലെ? ഹിമാലയത്തിലെ കൈലാസത്തിൽ മഹാദേവനുണ്ട് എന്നതുപോലെ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഹിമാലയ പർവ്വതത്തിലെ സഹസ്രാര ചക്രത്തിൽ പരമശിവ ബോധമുണ്ടെന്നാണ് യോഗശാസ്ത്രവും തന്ത്രശാസ്ത്രവും വേദാന്ത ശാസ്ത്രവും ഒരുപോലെ ഉദ്ഘോഷിക്കുന്നത്. തന്ത്രശാസ്ത്ര പഠനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിലും ഏറെ നിയമങ്ങളുണ്ട്. കഠിനമാണ് തന്ത്രത്തിന്റെ മാർഗം. ഈശ്വരനിൽ ഗുരുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഏത് പ്രതിസന്ധിയും പ്രകോപനവും പരീക്ഷണവും നേരിടാനുള്ള അസാമാന്യമായ മനഃശക്തി, മണിക്കൂറുകളോളം ശരീരത്തെ നിശ്ചലമാക്കി ഇരുത്തുവാനുള്ള കായസ്ഥൈര്യം, അങ്ങനെ പല നിയമങ്ങൾ തന്ത്രശാസ്ത്ര പഠനത്തിലുണ്ട്. ദേവതകളെ കൊണ്ടുള്ള കളിയാണ്, ദേവതകളെ പറ്റിയുള്ള പഠനമാണ് പ്രധാനമായും തന്ത്രശാസ്ത്രം. ദക്ഷിണഭാഗ തന്ത്രമെന്നും വാമഭാഗ തന്ത്രമെന്നും അതിനെ പൊതുവെ തിരിക്കാറ്. അതിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉപവിഭാഗങ്ങൾ തന്ത്രത്തിനുണ്ട്. കൗളമാർഗം, മിശ്രമാർഗം, സമയമാർഗം എന്നൊക്കെ അതിനെ പറയാറുണ്ട്. നമുക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 6 പ്രധാന ദേവതകൾ, 6 പ്രധാന തലങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രശാസ്ത്ര പഠനമുണ്ട്. ശിവനെ പ്രധാന ദേവതയായി ആരാധിക്കുന്ന ശൈവ സമ്പ്രദായം, വിഷ്ണുവിനെ പ്രധാന ദേവതയായി ആരാധിക്കുന്ന വൈഷ്ണവ സമ്പ്രദായം, ദേവിയെ അമ്മയെ പ്രധാന ദേവതയായി കണ്ട് അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിൽ പോകുന്ന ശാക്തേയ സമ്പ്രദായം, ശ്രീ മുരുകന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശ്രീ മുരുക സമ്പ്രദായം അല്ലെങ്കിൽ സ്കന്ദ സമ്പ്രദായം, കുമാര സമ്പ്രദായം എന്നൊക്കെ നമ്മൾ പറയും. ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഗണപതി സമ്പ്രദായം, ഗാണപത്യ സമ്പ്രദായം, സൂര്യന്റെ ആരാധനയും അതുമായി ബന്ധപ്പെട്ട അനേക ഉപവിഭാഗങ്ങളെയും കണക്ട് ചെയ്യുന്ന സൗര സമ്പ്രദായം എന്ന് പറയും. ശൈവം, വൈഷ്ണവം, ഗാണപത്യം, സ്കാന്തം, പിന്നെ സൗരം ഒന്നുകൂടി പറഞ്ഞാൽ ശൈവം, വൈഷ്ണവം, ശാക്തേയം, സ്കാന്തം, ഗാണപത്യം, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതാ നമ്മൾ പറഞ്ഞേ? ഓർമ്മയുണ്ടോ 6 സമ്പ്രദായങ്ങൾ? ദേവതകളെ പറ്റി ചിന്തിക്കുക. ശിവൻ ആണ് ശൈവം, വിഷ്ണു ആണ് വൈഷ്ണവം, ദേവിയുടെ ഉപാസനകളാണ് ശാക്തേയം, മുരുക ഭഗവാന്റെ ഉപാസനകളാണ് സ്കന്ദ സമ്പ്രദായത്തിലുള്ളത്, പിന്നെ ഗണപതിയുമായി ബന്ധപ്പെട്ട ഉപാസനകളാണ് ഗാണപത്യ സമ്പ്രദായത്തിലുള്ളത്, സൗരം സൂര്യനുമായി ബന്ധപ്പെട്ട് വരുന്നതും പിന്നെ മറ്റു ചില ഉപവിഭാഗങ്ങളും ഒക്കെ സൗര സമ്പ്രദായത്തിലുള്ളത്. ഇതാണ് തന്ത്രശാസ്ത്ര പഠനത്തിലുള്ളത്. പിന്നെ അനേകം ദേവതകളെ പറ്റിയുള്ള ഉപാസനകളുണ്ട്. ദേവിയുടെ തന്നെ കാളി, ചിന്നമസ്ത, അതേപോലെ ബഗലാമുഖി, വാർത്താളി, അങ്ങനെ ചണ്ഡിക, വിവിധ ദേവതകൾ, ദശമഹാവിദ്യകളിൽ പറയുന്ന ദേവതകൾ, തന്ത്രത്തിന്റെ ഏറ്റവും ഉന്നതമായ തലമായിരിക്കുന്ന ശ്രീവിദ്യ ഉപാസന, ഷോഡശാക്ഷരി മന്ത്ര ഉപാസന, ഇതെല്ലാം ചേരുന്ന അതിമഹത്തായ ബൃഹത്തായ ശാസ്ത്രമാണ് തന്ത്രം. ദേവതകളും മന്ത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ആരാധനാക്രമമാണ് തന്ത്രത്തിൽ വരുന്നത്. പക്ഷെ തന്ത്ര പഠിക്കണമെങ്കിലും അസാമാന്യമായ ശക്തിയും ഈശ്വരനിലും ഗുരുവിലുമുള്ള വിശ്വാസവും ഏത് പരീക്ഷണത്തെയും നേരിടാനുള്ള മനഃശക്തിയും മണിക്കൂറുകളോളം ശരീരത്തെ അചഞ്ചലമാക്കി ഇരുത്തുവാനുള്ള കായസ്ഥൈര്യവുമുള്ള ഒരാൾക്ക് തന്ത്രശാസ്ത്രവും ശരിയായ രീതിയിൽ പഠിക്കാൻ പറ്റൂ. അപ്പോ വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞു കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള പവർ നമുക്ക് വേണം. തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞു അസാമാന്യമായ ധൈര്യവും ശരീരത്തെ ഉറച്ച പാറ പോലെ മണിക്കൂറുകൾ ഇരുത്താനുമുള്ള ശേഷി വേണം. ദേവതാ ഉപാസനകളാണ് അനേക പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകും, അതിനെയൊക്കെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് വേണം. ഇതിൽ നിന്ന് ഏറ്റവും സിമ്പിളാണ് ഏത് വിദ്യ? യോഗം. നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയവും യോഗ ശാസ്ത്രത്തെ തന്നെയാണ്. യോഗ സമഗ്ര ജീവിത വിജയത്തിന്റെ ശാസ്ത്രം എന്നാണ് പറയുക. അപ്പൊ എന്താണ് യോഗം എന്ന് പറഞ്ഞു?
നമ്മളെ ഈശ്വരനുമായി അല്ലെങ്കിൽ നമ്മളുടെ ആത്യന്തികമായ ഉയർന്ന ബോധവുമായി ലയിപ്പിക്കുന്ന വിദ്യയാണ് യോഗം. അപ്പൊ തന്ത്രശാസ്ത്രത്തെ അപേക്ഷിച്ചും വേദാന്ത ശാസ്ത്രത്തെ അപേക്ഷിച്ചും ഇന്നത്തെ ലൗകികരായ നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് വലിയ നിയമങ്ങളില്ലാതെ വ്രതങ്ങളില്ലാതെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന വിദ്യയാണ് യോഗശാസ്ത്രം എന്ന് പറയുന്നത്. ആ യോഗശാസ്ത്രത്തിൽ അനേകം യോഗവിദ്യകളുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന അഷ്ടാംഗ യോഗമാർഗം, അത് ആരാണ് അഷ്ടാംഗ യോഗമാർഗം നമ്മളെ പഠിപ്പിച്ചത്? മഹർഷി പതഞ്ജലിയാണ്, അല്ലെ? മഹർഷി പതഞ്ജലിയാണ് അഷ്ടാംഗ യോഗം നമുക്ക് തന്നത്. 8 സ്റ്റെപ്പുകൾ അഷ്ടാംഗ യോഗത്തിന്. അതാദ്യം നമ്മൾ പറഞ്ഞു, യമം, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധിയുള്ള 8 അംഗങ്ങൾ. 8 അംഗങ്ങള് ഈ പതഞ്ജലി മഹർഷി പറഞ്ഞ യോഗശാസ്ത്രത്തിന് ഉണ്ട്. ഇനി ഹഠയോഗം, സ്വാത്മാരാമ മഹർഷി നമ്മുടെ മുന്നിലേക്ക് വെച്ച മറ്റൊന്നാണ് ഹഠയോഗ ശാസ്ത്രം, അല്ലെ? ഹഠയോഗ പ്രദീപിക. ഏതാണ്ട് മഹർഷി പതഞ്ജലി പറഞ്ഞ നിയമങ്ങളും മറ്റു ചില കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹഠയോഗം കൂടാതെ മഹർഷി പതഞ്ജലി പറഞ്ഞ പാതഞ്ജല യോഗം കൂടാതെ മറ്റനേക യോഗങ്ങളുമുണ്ട്. നാദയോഗം, നാദത്തെ അനുസന്ധാനം ചെയ്ത് ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ബോധാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വിദ്യയാണ് നാദയോഗം എന്ന് പറയുന്നത്. മറ്റൊന്ന് ലയ യോഗം, പ്രധാനമായും നമ്മളെ പ്രാണനുമായിട്ട് കണക്റ്റഡ് ആണ്. ശ്വാസത്തെ നിരീക്ഷിച്ച്, പ്രാണനെ നിരീക്ഷിച്ച്, ഉള്ളിലുള്ള അനുഭൂതികളെ നിരീക്ഷിച്ച്, അങ്ങനെ ഉള്ളിലേക്ക് പോയി ലയിച്ചു പോകുന്ന ലയയോഗ വിദ്യകളുണ്ട്. മന്ത്രയോഗ വിദ്യകളുണ്ട്. ഇതിന്റെ തന്നെ അനേക പ്രാണായാമ ക്രിയകളിലൂടെ ഈശ്വര ബോധാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന യോഗങ്ങളുണ്ട്. അപ്പൊ അനേക യോഗങ്ങൾ നമുക്ക് കാണാം. ഇതിൽ നിന്ന് ഏറ്റവും അധികം പ്രശസ്തമായിരിക്കുന്നത് മഹർഷി പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗമാണ്. കാരണം വിവിധങ്ങളായ യോഗവിദ്യകളെ എല്ലാം മഹർഷി പതഞ്ജലി ക്രോഡീകരിച്ചു വെച്ചു. ആസനങ്ങളെ പോലും യോഗശാസ്ത്രത്തിന്റെ ഭാഗമാക്കി ക്രോഡീകരിച്ചു വെച്ചു. നമ്മൾ യോഗം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ വലിയൊരു വൃക്ഷമായിട്ട് സങ്കല്പിക്കുക. അനേക ശാഖ ഉപശാഖകളുള്ള വലിയൊരു വടവൃക്ഷമാണ് യോഗ എന്ന് നമ്മൾ സങ്കല്പിക്കുക. ആ യോഗത്തിൽ അതിന്റെ ഒരു ശാഖയാണ് യോഗ വ്യായാമങ്ങൾ എന്ന് വിളിക്കുന്ന ഭാഗം. ഞാൻ യോഗശാസ്ത്രത്തെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. എങ്ങനെ ഇത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് അടുത്ത ഭാഗത്ത് ഞാൻ പറയാം. അപ്പൊ യോഗത്തില് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? യോഗയുടെ ഒരു ബ്രാഞ്ചാണ്, ആ വൃക്ഷത്തിന്റെ ഒരു ബ്രാഞ്ചാണ്, ഒരു ശാഖയാണ് യോഗ വ്യായാമങ്ങൾ, ശിഥിലീകരണ വ്യായാമങ്ങൾ, സർവാംഗ വ്യായാമ യോഗ എന്ന് വിളിക്കുന്ന ടെക്നിക്കുകൾ. അതായത് ഉയർന്ന യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി നമ്മുടെ ശരീരത്തിന് വേണ്ടതായ 3 കാര്യം: യോഗ അനുഷ്ഠിക്കുന്നതിനുള്ള കരുത്ത്, യോഗ അനുഷ്ഠിക്കുന്നതിനുള്ള കഴിവ്, യോഗ അനുഷ്ഠിക്കുന്നതിനുള്ള വഴക്കം. കരുത്ത്, കഴിവ്, വഴക്കം, ഇത് 3മുള്ള ഒരു ശരീരം കൊണ്ട് നിങ്ങൾ യോഗ ചെയ്യാവൂ. നിങ്ങളുടെ ശരീരത്തിന് ബലമില്ലെങ്കിൽ, കരുത്തില്ലെങ്കിൽ, ആ പറയുന്ന രീതിയിൽ ശരീരത്തെ ചലിപ്പിക്കാൻ നിങ്ങൾക്കുള്ള കഴിവില്ലെങ്കിൽ, ശരീരം ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഒരിക്കലും യോഗയിലെ ആസനങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഇതിൽ ധാരാളം യോഗ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെ? ധാരാളം പേരിന്ന് പങ്കെടുക്കും. നമ്മുടെ അടുത്തൊരു 70 വയസ്സായ ഒരു അമ്മുമ്മ യോഗ പഠിക്കാൻ വന്നു. നമ്മളൊരു സിലബസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുന്ന ആളെ ആദ്യം യോഗ വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കും 2 ആഴ്ച, പിന്നീട് സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കും, പിന്നീട് യോഗാസനങ്ങൾ ചെയ്യിപ്പിക്കും. അപ്പൊ 70 വയസ്സായി വരുന്ന അമ്മുമ്മയെ നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുമെന്ന് നിർബന്ധം പിടിക്കരുത്. നിങ്ങളുടെ അടുത്ത് ഒരു ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ഒരു പേഷ്യന്റ് വരുന്നത്, അയാളുടെ ഹാർട്ട് സർജറി കഴിഞ്ഞ് 2 ആഴ്ചയായിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം യോഗ പഠിക്കാനായിട്ട് വരും. ഹാർട്ട് സർജറി കഴിഞ്ഞ് 2 ആഴ്ചയായിരിക്കുന്ന ഒരാളെ നമുക്ക് കപാലഭാതി പ്രാണായാമം പഠിപ്പിക്കാൻ പറ്റുമോ? സക്രിയ പ്രാണായാമം പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് യോഗാധ്യാപകർക്ക് വേണ്ട ചില കാര്യങ്ങളെ പറ്റി ഗുരുക്കന്മാർ പറയുന്നത്. ഒന്ന്, നമ്മുടെ മുമ്പിൽ വരുന്ന ആളുടെ ആരോഗ്യം, അയാളുടെ പ്രായം, അയാളുടെ ശാരീരിക സ്ഥിതി, അയാളുടെ രോഗാവസ്ഥ, ഇത് 3ഉം പരിഗണിക്കണം. അയാളുടെ പ്രായം, ചിലപ്പോൾ 25 വയസ്സുള്ള ഒരാളായിരിക്കും നമ്മളുടെ അടുത്ത് വരുന്നത്, പക്ഷെ അയാളുടെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കും. ഇപ്പോ നട്ടലിന് പ്രശ്നമുള്ളവരോ, ഹാർട്ടിന് പ്രശ്നമുള്ളവരോ, ലങ്സിന് പ്രശ്നമുള്ളവരോ ഒക്കെ ഒരു യോഗാധ്യാപകന്റെ അടുത്ത് പഠിക്കാൻ വരാം. അപ്പൊ വരുന്നയാളുടെ ആരോഗ്യസ്ഥിതി, പ്രായം,
രോഗാവസ്ഥ, അതിന്റെ എത്ര നാളായിട്ട് അയാൾ നേരിടുന്നു, അയാളുടെ ജീവിതക്രമം, അയാളുടെ ഭക്ഷണ രീതി, അയാൾ എപ്പോ കിടക്കുന്നു, എപ്പോ ഉറങ്ങുന്നു, ഉറക്കം ഇടയ്ക്ക് ഡിസ്റ്റർബഡ് ആണോ, ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും, വ്യായാമം ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത്, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ, എവിടെയാണ് അയാൾ ജീവിക്കുന്നത്, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, തണുപ്പുള്ളതാണ് ചൂടുള്ളതാണോ, ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം ഒരു യോഗ അധ്യാപകൻ അയാൾക്ക് പറ്റുന്ന യോഗ പഠിപ്പിക്കാൻ. യോഗയിൽ അനേകം ടെക്നിക്കുകൾ ഉണ്ടെങ്കിലും എല്ലാ ടെക്നിക്കും എല്ലാവർക്കും പറ്റിയതല്ല. നല്ല തണുപ്പുള്ള രാജ്യത്ത് താമസിക്കുന്ന ഒരാളെ നമ്മൾ പ്രാണായാമം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ശീതളി പ്രാണായാമം പഠിപ്പിച്ചാൽ അയാളുടെ സ്ഥിതി എന്തായിരിക്കും? നല്ല തണുപ്പുള്ള രാജ്യത്താണ് താമസിക്കുന്നത്. അയാൾക്ക് നമ്മൾ ശീതളി പ്രാണായാമം പഠിപ്പിച്ചാലോ പിന്നെയും ശരീരത്തിന്റെ തണുപ്പ് കൂടും. നല്ല ചൂടുള്ള ഒരു സ്ഥലത്ത്, UAE-യിലാണ് ഒരാൾ വർക്ക് ചെയ്യുന്നത്, നല്ല ചൂടുള്ള ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അയാളെ നമ്മൾ സൂര്യഭേദി പ്രാണായാമം പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അയാളുടെ ശരീരത്തിന്റെ ചൂട് കൂടും. മറിച്ച് ചൂടുള്ള രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളെ ചന്ദ്രഭേദി പ്രാണായാമവും, തണുപ്പുള്ള ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളെ സൂര്യഭേദി ചൂടുണ്ടാക്കുന്ന പ്രാണായാമവുമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഈ ഒരു തിരിച്ചറിവ് യോഗ അധ്യാപകർക്ക് ഉണ്ടാവേണ്ടതാണ്. ധാരാളം പേർക്കുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇതില്ലാത്തത് മൂലം ചില യോഗ സെന്ററുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു തിരിച്ചറിവ് അധ്യാപകർ ഉണ്ടാകണം, ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാകണം. എന്റെ ആരോഗ്യം എന്താണ്, എന്റെ പ്രായം എന്താണ്, എന്റെ ശാരീരിക സ്ഥിതി എന്താണ്. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾ ശീർഷാസനം നല്ലതാണെന്ന് കരുതി ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ച് തലകുത്തി നിന്ന് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഒന്നല്ലെങ്കിൽ തലയിലെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കാം, പൊട്ടൽ സംഭവിക്കാം, ശരീരത്തിന്റെ മർദ്ദം കൂടി വരും. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾ ആദ്യഘട്ടത്തിൽ ശീർഷാസനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. യോഗാസനങ്ങളുടെ ചക്രവർത്തിയാണ് ശീർഷാസനം. യോഗാസനങ്ങളുടെ ചക്രവർത്തിയാണ്, രാജാവാണ് സർവാംഗാസനം. പക്ഷെ ഇതൊക്കെ ഒരു ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രെയിൻ സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റം തകർന്നിരിക്കുന്ന ഒരാളെയോ ഈ പറയുന്ന ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളെയോ ഒരു യോഗാധ്യാപകന് പഠിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ഒരാളുടെ അടുത്ത് പഠിക്കാൻ പോകുന്നില്ല, ഞാൻ വീട്ടിൽ യൂട്യൂബ് കണ്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കാണും ഏത് ആസനമാണ് നല്ലത്, എത്രയും പെട്ടെന്ന് ഫലം കിട്ടുന്ന ആസനം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം സർവാംഗാസനം, ശീർഷാസനം. യോഗാസനങ്ങളുടെ രാജാവാണ് സർവാംഗാസനം, യോഗാസനങ്ങളുടെ ചക്രവർത്തിയാണ് ശീർഷാസനം. ശീർഷാസനം നല്ലതാണെന്ന് കരുതി നിങ്ങൾ ഒരു 15 മിനിറ്റ് ശീർഷാസനം ചെയ്താലോ അതും നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കും. ശീർഷാസനത്തിന്റെ സമയമൊക്കെ ശിവസംഹിത പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് മാക്സിമം ഒരു 3 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി എന്നാണ്. അതിനപ്പുറം നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് സമയം, അതിനപ്പുറമായ സമയം നിങ്ങൾ ശീർഷാസനത്തിൽ നിൽക്കേണ്ടതില്ല. ഇന്ന് ആധുനിക കാലത്ത് അതിനൊക്കെ പലരും ശീർഷാസന മത്സരങ്ങളൊക്കെ വെക്കും. അങ്ങനെ ഒരു സ്ഥലത്തൊരു മത്സരം വെച്ചിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ശീർഷാസന മത്സരം വെച്ച് ഒരുത്തൻ 5 മിനിറ്റായി, മറ്റവൻ 10 മിനിറ്റായി, 15 മിനിറ്റ് ഒക്കെ ഒരുത്തൻ നിന്ന് കഴിഞ്ഞപ്പോ ആ ബ്ലഡിന്റെ ഇതില്, നമ്മളുടെ ബ്രെയിനിന്റെ ആ ഒരു മർദ്ദത്തില്, ബ്ലഡിന്റെ ആ പ്രവാഹത്തില്, പ്രാണിക് സർക്കുലേഷനിൽ ചില മാറ്റങ്ങൾ, അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോ ആസനങ്ങൾക്കും നിശ്ചിതമായ സമയം പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഒരു 3 മിനിറ്റ് ഒക്കെ ശീർഷാസനം പോലെയുള്ള ആസനങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അത്രയും സമയം കൊണ്ട് തന്നെ ബോഡിയിലേക്കുള്ള പ്രാണന്റെ പ്രവാഹം ഉണ്ടാകും. എന്ന് വെച്ചാൽ ശീർഷാസനം ചെയ്താൽ അപകടം സംഭവിക്കുമെന്നല്ല, അമിതമായാൽ അമൃതം വിഷമാണെന്ന് പറയുന്നത് പോലെ ഒരു യോഗാസനത്തിന്റെ പരിധി വിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചില പ്രശ്നങ്ങൾ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. മനസ്സിലായി? അപ്പൊ ഈ ഒരു തിരിച്ചറിവോടെ, വകതിരിവോടെ വേണം അധ്യാപകര് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും നിങ്ങൾ വീട്ടിൽ യോഗ ചെയ്യാനും. ഒരിക്കലും യൂട്യൂബ് കണ്ടോ ഏതെങ്കിലും പുസ്തകം കണ്ടോ യോഗ പഠിക്കാൻ പോകരുത്. കാരണം നിങ്ങളുടെ ശാരീരിക സ്ഥിതിയും നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ രോഗാവസ്ഥയും ആ യൂട്യൂബർക്ക് അറിയില്ല. അയാൾ കോമൺ ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ആ പുസ്തകം എഴുതിയ ആൾക്ക് അറിയില്ല, അദ്ദേഹം കോമൺ ആയിട്ട് എഴുതി വെച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാൾ, ഹാർട്ട് സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരാൾ, നല്ലതാണ് കപാലഭാതി പ്രാണായാമം എന്ന് കരുതി എന്ന് പറഞ്ഞ് കപാലഭാതി ചെയ്താലോ അത് അപകടങ്ങളെ സൃഷ്ടിക്കും. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾ ആദ്യഘട്ടത്തിൽ തല കുനിഞ്ഞുകൊണ്ടുള്ള അമിത സമ്മർദ്ദം കൊടുക്കുന്ന ആസനങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ പാദഹസ്താസനം പോലെ, അർദ്ധചന്ദ്രാസനം പോലെ, ചക്രാസനം പോലെ ഉള്ള ആസനങ്ങളൊന്നും ആദ്യം അയാൾ ചെയ്യാൻ പാടില്ല. അയാൾ ലളിതമായ ആസനങ്ങൾ ചെയ്ത് ശരീരത്തിന് നല്ല കരുത്തും കഴിവും വഴക്കവും നാഡികളിലൂടെയുള്ള പ്രാണന്റെ പ്രവാഹവും ഒക്കെ വരുത്തി ബാഹ്യാന്തരിക അവയവങ്ങളെ, നാഡീ സംവിധാനങ്ങളെ, തലച്ചോറിനെ, ബ്രെയിനിനെ, ശ്വാസകോശത്തെ ശക്തിപ്പെടുത്തിയിട്ട് വേണം
സാവധാനം സാവധാനം ഇങ്ങനെയുള്ള കഠിനമായ ആസനങ്ങളിലേക്ക് കടക്കാൻ. ഈ ഒരു തിരിച്ചറിവോടെ വേണം നിങ്ങൾ യോഗ പഠിപ്പിക്കുവാനും, ഈ ഒരു തിരിച്ചറിവോടെ വേണം നിങ്ങൾ യോഗ വീട്ടിൽ പരിശീലിക്കാൻ. അതുകൊണ്ട് എപ്പോഴും നല്ല ഒരു യോഗ അധ്യാപകനിൽ നിന്ന്, നല്ല ഒരു യോഗ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് പോയി നിങ്ങൾ യോഗ പഠിക്കണം. ഓക്കെ, അതാണ് യോഗ പഠിക്കുന്നവരോടും പഠിപ്പിക്കുന്നവരോടും ഇനി പഠിക്കാൻ പോകുന്നവരോടുമുള്ള എന്റെ എളിയ അഭ്യർത്ഥന. ബുക്ക് നോക്കി പഠിക്കരുത്. നിങ്ങൾ പഠിച്ച് കുറെ ആയി കഴിഞ്ഞ് റെഫർ ചെയ്തോളൂ, പുസ്തകങ്ങൾ എടുത്ത് യൂട്യൂബ് എടുത്ത് റെഫർ ചെയ്തു. പക്ഷെ ആദ്യം ബേസിക് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? ഇത് വേണം. പണ്ടൊരു രസകരമായൊരു കഥ പറയുന്നുണ്ട്. ഒരാള് വീട്ടിൽ, അതായത് ടെലിവിഷനൊക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ ദൂരദർശനിൽ ചില പരിപാടികളൊക്കെ നടക്കും. അപ്പൊ ഒരു ദിവസം അദ്ദേഹം യോഗ പഠിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തിൽ അദ്ദേഹം ദൂരദർശനിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. നാളെ രാത്രി 7 മണിക്ക് ദൂരദർശനിൽ യോഗാസന പരിശീലന പരിപാടി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് സന്തോഷമായി. വേറെ ഒരിടത്ത് പോകാനും അദ്ദേഹത്തിന് സമയമില്ല. അപ്പൊ വീട്ടിൽ ദൂരദർശൻ ഓൺ ചെയ്തു വെച്ച് അദ്ദേഹം ഒരു യോഗ മാറ്റൊക്കെ എടുത്തിട്ട് ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് നിക്കറൊക്കെ ഇട്ട് പുള്ളി യോഗ ചെയ്യാനായിട്ട് ഇരുന്നു. അപ്പൊ ആ ക്ലാസ് കുറെ അഡ്വാൻസ്ഡ് ആയി പോയ ക്ലാസ്സാണ്, കുറെ പഠിപ്പിച്ചു പോയ ക്ലാസ്സാണ്. അതിന്റെ 40ാമത്തെ എപ്പിസോഡ് ഏതാണ്ട്. അപ്പൊ അതില് ഇതേപോലെ മയൂരാസനം പോലെ ഏതോ ഒരു ആസനമാണ് ആ ആചാര്യൻ അതിന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇദ്ദേഹവും മയൂരാസനം ചെയ്യാനായിട്ട് നിന്നു. അല്ലെ, മയൂരാസനം നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ വിഷങ്ങളെയും പുറന്തള്ളുന്ന ആസനമാണ് മയൂരാസനം. നമ്മളുടെ കരളിന്റെ പ്രവർത്തനത്തെ, വൃക്കകളുടെ പ്രവർത്തനത്തെ ശക്തമാക്കുന്ന ആസനമാണ് മയൂരാസനം. ബാഹ്യാന്തരിക അവയവങ്ങളെയും നാഡീ സംവിധാനങ്ങളെയും കരുത്തുറ്റ ആസനമാക്കുന്നതാണ്, കരുത്തുറ്റ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ആസനമാണ് മയൂരാസനം. ധാരാളം ഗുണങ്ങൾ മയൂരാസനമുണ്ട്. പക്ഷെ കഠിനാസന വിഭാഗത്തിലാണ്. അല്ലെ, മയിൽ നിൽക്കുന്നത് പോലെ കയ്യിൽ ശരീരത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ആസനം. അപ്പൊ ഇദ്ദേഹം ഒരു യോഗാ ഷീറ്റൊക്കെ എടുത്തിട്ടിട്ട് മയൂരാസനം ചെയ്യാനായിട്ട് പോയി. അപ്പൊ കൈക്ക് ബലമില്ലാതെ മയൂരാസനം ചെയ്യാൻ പറ്റില്ല. കാരണം ബോഡിയുടെ മുഴുവൻ ഭാരത്തെയും കൈകളിൽ താങ്ങി നിർത്താൻ പറ്റും. ബോഡി ബാലൻസ് ചെയ്യാം. അപ്പൊ ബോഡിയുടെ ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഭാരം കൂടുതലായിരിക്കും. ഇപ്പൊ അരക്കെട്ടിന് അമിതമായി വണ്ണമുള്ളവർ, അരക്കെട്ടിൽ ഒരുപാട് കൊഴുപ്പടിഞ്ഞിരിക്കുന്നവർ, കുടവയർ ഉള്ളവർ, ഇവർക്കൊക്കെ ചില ആസനങ്ങൾ ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് ശിഥിലീകരണാസനങ്ങൾ അല്ലെങ്കിൽ വ്യായാമിക് യോഗ് ഇതൊക്കെ ചെയ്ത് ആദ്യം കാലുകളെ, കൈകളെ, കഴുത്തിനെ, നട്ടെല്ലിനെ ഒക്കെ വഴക്കണം. അമിതമായി ഫാറ്റൊക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് അതിനുള്ള ഒരുപാട് ടെക്നിക്സ് യോഗയിലുണ്ട്. എന്നിട്ടാണ് യോഗാസനം പഠിക്കേണ്ടത്. അതായത് സുപ്രഭാതത്തിൽ ഓടിപ്പോയി മയൂരാസനം ചെയ്താൽ അത് അപകടകരമാണ്. ശീർഷാസനം ചെയ്താൽ അപകടകരമാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. 1, എന്റെ ശരീരത്തിന് ഈ ആസനം ചെയ്യാൻ കരുത്തുണ്ടോ? 2, എന്റെ ശരീരത്തിന് ഈ പറയുന്ന തലത്തിൽ ചെയ്യാൻ ആ കഴിവുണ്ടോ? 3, അത് ചെയ്യാനുള്ള ബലമുണ്ടോ? കരുത്ത്, കഴിവ്, വഴക്കം, ഇത് 3 നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ല, നിങ്ങളോട് ആരോടും ശീർഷാസനം ചെയ്യണമെന്ന് ഒരാൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു ആവശ്യവുമില്ലാതെ ഭിത്തിയിൽ പോയി ചാരി തലകുത്തി നിന്ന് കാലുയർത്തി ബാലൻസ് ഇല്ലാത്തൊരു ശരീരം കൊണ്ടോട്ട് അങ്ങനെ ധാരാളം പേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്, അറിയാമോ? യൂട്യൂബിൽ കണ്ട്, പുസ്തകങ്ങളിൽ കണ്ട് ശീർഷാസനം ചെയ്യാൻ പോകും. അങ്ങനെയൊന്നും അല്ല ശീർഷാസനം യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത്. ശീർഷാസനം ചെയ്യുന്നതിന് പ്രത്യേക രീതിയുണ്ട്. പ്രണമാസനത്തിലേക്ക് വന്ന് ബോഡിയുടെ ഇതും തമ്മിലുള്ള അകലമെടുത്ത് സാവധാനം ഉയർന്നു പോകുന്നതാണ് പരമ്പരാഗതമായ രീതി. ഇന്ന് യൂട്യൂബേഴ്സ് പഠിപ്പിക്കുന്നത്, അല്ലെ, ഒരു സ്ഥലത്ത് പോയി നിൽക്കുക, ഭിത്തിയോട് ചേർന്ന് നിൽക്കുക, തല കുത്തി നിൽക്കുക, നേരെ കാല് പൊക്കിയാൽ മതി എന്ന് പറയും. സൈഡിലേക്ക് ഇപ്പുറത്തേക്കൊക്കെ വീണ് പോയാൽ ഡിസ്കിന്റെ അവസ്ഥ തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തും ഒരു ഗുരുവിൽ നിന്ന്, ആചാര്യനിൽ നിന്ന് യഥാവിധി നേരിട്ട് പോയി നമ്മൾ പഠിക്കണം. അതാണ് വേണ്ടത്. അപ്പൊ ഇദ്ദേഹം മയൂരാസനം ചെയ്യാൻ കൈ വെച്ച് നിന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈ തെറ്റിയിട്ട് ഇദ്ദേഹത്തിന്റെ കുഴ അവിടെ നിന്ന് വിട്ടുപോയി. കുഴ ഇവിടുന്ന് തെന്നിപ്പോയി ഒരു കൈയുടെ. അതോടുകൂടി പുള്ളി യോഗ പഠിത്തം നിർത്തി. പുള്ളി യോഗയ്ക്കെതിരായി പോയി. ഇത് നടന്നൊരു സംഭവമാണ്. അപ്പൊ ആ ദൂരദർശനിലെ ആ പരിപാടിയിൽ അവിടുത്തെ ആചാര്യൻ 40ാമത്തെ എപ്പിസോഡില് പറഞ്ഞ കാര്യം ആദ്യമായിട്ട് കാണുന്ന ഒരാൾ അനുകരിച്ചതിന്റെ അപകടമാണ്. അതാണ്, ഏതു കാര്യവും തുടക്കം മുതൽ പഠിക്കണം. ശരിയായ ആചാര്യനിൽ നിന്ന്, ഗുരുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. എന്റെ ശരീരത്തിന് കരുത്തും കഴിവും വഴക്കമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആ കരുത്തും കഴിവും വഴക്കവും ഇല്ലെങ്കിൽ അത് വരാനുള്ള ശിഥിലീകരണ വ്യായാമങ്ങൾ, യോഗ വ്യായാമങ്ങൾ, വ്യായാമിക യോഗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ യോഗാസനങ്ങളിലേക്കോ, സൂര്യ നമസ്കാരത്തിലേക്കോ, ചന്ദ്ര നമസ്കാരത്തിലേക്കോ, യോഗാസനങ്ങളിലേക്കോ കടക്കാവും. വഴക്കമില്ലാത്ത, ബലമില്ലാത്ത ഒരു ശരീരം കൊണ്ട് നിങ്ങൾ ഒരിക്കലും യോഗാസനങ്ങൾ ചെയ്യരുത്. അതേപോലെ നിങ്ങളുടെ
ശരീരത്തിന്റെ അവസ്ഥ നോക്കണം. ഇപ്പോ നല്ല ആസനമാണ്, വളരെ നല്ല ഒരു ആസനമാണ് പാദഹസ്താസനം എന്ന് വിളിക്കുന്ന ഒരു ആസനം. എന്നിട്ട് നേരെ കൈ താഴ്ത്തി മുട്ടുവളയാതെ നമ്മളുടെ താടി ഇതിനോട് കുനിഞ്ഞ് സാവധാനം വന്ന് മുട്ടിന് താഴെ സ്പർശിക്കുന്നത്. ഇത് സ്പോണ്ടിലൈറ്റിസിന്റെ പ്രോബ്ലം ഉള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാലോ, കഴുത്തിന്റെ കശേരു ഈ ഭാഗങ്ങൾക്ക് തേയ്മാനമുള്ള ഒരാൾ അങ്ങനെ ബലത്തിൽ ചെയ്താലോ, രണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾ പാദഹസ്താസനം ചെയ്താലോ അല്ലെങ്കിൽ പശ്ചിമോത്താസനം ചെയ്താലോ അത് അപകടങ്ങൾ സൃഷ്ടിക്കും. അയാൾ എന്താണ് ചെയ്യേണ്ടത്? കാലുകളെ വഴക്കുന്നതിനുള്ള പാദവ്യായാമങ്ങൾ, കഴുത്തിന് വഴക്കവും കരുത്തും ഫ്ലെക്സിബിലിറ്റി നൽകുന്ന, കരുത്ത് കഴിവ് വഴക്കം നൽകുന്ന കഴുത്ത് വ്യായാമം, ഗ്രീവ വ്യായാമങ്ങൾ ചെയ്യണം. നട്ടെല്ലിന് വഴക്കമില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാക്ടീസും ചെയ്യരുത്. നട്ടെല്ലിനെ വഴക്കാനുള്ള മേരുദണ്ഡ വ്യായാമങ്ങൾ ചെയ്യണം. ഇതൊക്കെ പുതുതായി യോഗ പഠിക്കാൻ പോകുന്ന ഒരാൾ 1 മാസമെങ്കിലും ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്യണം. കാലുകളെ വഴക്കണം, കൈകളെ വഴക്കണം, നട്ടെല്ലിന് വഴക്കമുണ്ടാക്കണം, കഴുത്തിന് വഴക്കമുണ്ടാക്കണം. അങ്ങനെ ഓവറോൾ നിങ്ങളുടെ ബോഡിയെ ഒന്ന് വാമപ്പ് ചെയ്ത് ഒന്ന് വഴക്കി റെഡിയാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? യോഗാസനങ്ങൾ, ഉയർന്ന യോഗാസനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, യോഗയെ വളരെ വലിയ ഒരു വൃക്ഷമായി നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ശാഖയാണ് നമ്മൾ ഈ പറയുന്ന ശിഥിലീകരണ വ്യായാമങ്ങൾ, യോഗ വ്യായാമങ്ങൾ, സർവാംഗ വ്യായാമിക്കും. ഇത് അടിസ്ഥാനമാണ്, ബേസിക് ആണ്. ഇത് ചെയ്താലേ നിങ്ങൾക്ക് ഉയർന്ന യോഗാസനങ്ങൾ പഠിക്കാൻ പറ്റും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഓടിപ്പോയി ശീർഷാസനം ചെയ്യരുത്, സർവാംഗാസനം ചെയ്യരുത്. അത് വഴക്കമില്ലാത്ത, കരുത്തില്ലാത്ത, കഴിവില്ലാത്ത ഒരു ശരീരം കൊണ്ട് ചെയ്താൽ അതിന് പ്രശ്നം. അല്ലെ, ഒരു വടി വളയ്ക്കുന്നതിനൊരു പരിധിയുണ്ട്. അതിന്റെ വഴക്കം കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും. എന്നതുപോലെ നമ്മളുടെ നട്ടല് അറിയാമല്ലോ, ഒരു സ്പ്രിങ് പോലെയുള്ള ഒരു ഈ സ്പ്രിങ് ആക്ഷൻ ഇതിന് നന്നായിട്ട് വരണം. ഇത് വ്യായാമങ്ങളിലൂടെയാണ് ഉണ്ടാകുക. ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്യണം. അങ്ങനെ ബേസിക് പഠിച്ചിട്ട് വേണം യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ യോഗ വ്യായാമങ്ങൾ അതിന്റെ ഒരു ശാഖയാണ്. പിന്നീട് യോഗാസനങ്ങളുണ്ട്, പിന്നീട് പ്രാണായാമ പരിശീലനങ്ങളുണ്ട്, മന്ത്രജപ പരിശീലനങ്ങളുണ്ട്, ധ്യാന പരിശീലനങ്ങളുണ്ട്, ഷഡ്ക്രിയകൾ എന്ന് വിളിക്കുന്ന നേതി, നൗളി, ധൗതി, ബസ്തി, കപാലവാതി, ത്രാടകം തുടങ്ങി നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെ ക്ലെൻസ് ചെയ്യുന്നതിനുള്ള അനേകം മെത്തേഡുകൾ അതിലുണ്ട്. മന്ത്രയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ക്രിയായോഗമുണ്ട്, ക്രിയാകുണ്ഡലിനി യോഗമുണ്ട്. അങ്ങനെ അനേകം മെത്തേഡുകൾ ഉള്ള വലിയൊരു വൃക്ഷമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ തന്ത്രയോഗവും മന്ത്രയോഗവും രാജയോഗവും കർമ്മയോഗവും ക്രിയായോഗവും നാദയോഗവും ജപയോഗവും ലയയോഗവും ജ്ഞാനയോഗവും ഒക്കെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു ശാസ്ത്രമാണ് യോഗ. ഇതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നിങ്ങളെ ശാരീരികമായി കരുത്തുള്ളവരാക്കുക, നമ്മളെ മാനസികമായി ശക്തരാക്കുക, ബുദ്ധിപരമായി നമ്മളെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുക, ആത്യന്തികമായി നിങ്ങളുടെ ഉള്ളിലെ കുണ്ഡലിനി ശക്തിയെ, ശഖാധാര ചക്രങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോ എന്താണ് യോഗയെ സമഗ്ര ജീവിത വിജയത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്? എന്താണ് ഈ സമഗ്രത എന്ന വാക്കിന്റെ അർത്ഥം? ഒരു കാര്യത്തെ എല്ലാ വശങ്ങളിലൂടെയും നോക്കിക്കാണുക എന്ന് പറയും. അപ്പൊ ഒരു മനുഷ്യനെ യോഗ നോക്കിക്കാണുന്നത് സമഗ്രമായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അയാൾക്ക് 4 ഘടകങ്ങൾ ഉണ്ടെന്നാണ് യോഗ പറയുന്നത്. നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവുണ്ട്. ഇതുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ പ്രവർത്തിക്കുന്നു, അല്ലെ? നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ചൈതന്യമാണ് ആത്മചൈതന്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ഘടകങ്ങളും വികസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ആരോഗ്യവത്തായി, നിങ്ങൾ ഊർജ്ജസ്വലരായി. ഈ 4നെയും വികസിപ്പിക്കാനുള്ള മെത്തേഡുകൾ എന്തിലുണ്ട്? യോഗയിലുണ്ട്. അതാണ് ഈ പറഞ്ഞ അനേകം വിദ്യകൾ. യോഗ വ്യായാമങ്ങൾ, യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, മന്ത്രജപങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, ഷഡ്ക്രിയകൾ, പിന്നെ ജപയോഗ മെത്തേഡുകൾ, ജ്ഞാനയോഗ മെത്തേഡുകൾ, ക്രിയായോഗ മെത്തേഡുകൾ, അങ്ങനെ അനേക വിഭാഗങ്ങൾ യോഗയിലുണ്ട്. അപ്പൊ ഇതെല്ലാം യഥാവിധി ഒരു ഗുരുവിൽ നിന്ന്, ആചാര്യനിൽ നിന്ന്, പരമ്പരയിൽ നിന്ന് നമ്മൾ പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, നിത്യവും ജീവിതത്തിൽ അനുഷ്ഠിക്കണം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ വേണമെന്ന് ഋഷികൾ പറയുന്നു. ഈ 4 കാര്യങ്ങൾ ഉള്ളവർക്കാണ് ജീവിത വിജയം ഉണ്ടാകുക. ഏതാണ് ഈ 4 കാര്യങ്ങൾ? 1, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. ഞാൻ ആരായിത്തീരണം? എന്റെ ഉള്ളിലെ സാധ്യതകൾ എന്തൊക്കെയാണ്? എനിക്ക് നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആകണം എന്ന് ഞാനിവിടെ ഇരുന്ന് ആഗ്രഹിച്ചാൽ നടക്കൂല, അല്ലേ? കാരണം ഞാൻ അമേരിക്കയിലല്ല, ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. ഞാനിവിടെ ഇരുന്ന് ആഗ്രഹിക്കുകയാണ് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണം. ആടിന്റെ പരിധി അനുസരിച്ച് വേണം ചിന്തിക്കാൻ. ആനയുടെ വലിപ്പത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വേണമെന്ന് പറയുമ്പോൾ
നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, ചുറ്റുപാട്, നമ്മളുടെ മറ്റു കാര്യങ്ങളെല്ലാം പരിഗണിച്ച് നിങ്ങൾ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യബോധം കണ്ടെത്തണം. ആ ലക്ഷ്യം നേടുന്നതിനായിട്ട് എന്ത് ചെയ്യണം? കൃത്യമായ മാർഗങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ എന്റെ ലക്ഷ്യം IAS പാസ്സാകുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു 5ാം ക്ലാസ് കഴിയുമ്പോൾ മുതൽ തന്നെ ആ ലക്ഷ്യത്തിന് വേണ്ടി പഠിപ്പിക്കണം. അല്ലെ, കറണ്ട് അഫയേഴ്സ് പഠിക്കണം. എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ കഴിയും. ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കണം, ടോപ്പർ ആവണം. അപ്പൊ നിങ്ങളൊരു ഒരു ഷൂ ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നിരിക്കട്ടെ. പല ക്ലാസ്സുകളിലും പറയാനുള്ള ഒരു ഉദാഹരണമാണ്, നിങ്ങൾ അനേകം പേര് ഈ ഉദാഹരണം കേട്ടും കാണും. അല്ലെ, മാനേജ്മെന്റ് ക്ലാസ്സുകളിലൊക്കെ പറയാനുള്ള ഉദാഹരണമാണ്. അപ്പൊ നിങ്ങളൊരു ചെരുപ്പിന്റെ ബിസിനസ് ആണ് നിങ്ങൾക്കുള്ളത്, ഷൂവിന്റെ ബിസിനസ്സാണ്. അല്ലെ, അങ്ങനെ വലിയ കമ്പനികളൊക്കെ ഉണ്ട്, ബാറ്റയെ പോലെ ഒക്കെയുള്ള കമ്പനികളൊക്കെ അല്ലേ ഷൂ, ചെരുപ്പൊക്കെ വെക്കുന്ന കോടിക്കണക്കിന് രൂപ ടേൺ ഓവറുള്ള കമ്പനികളുണ്ട്. ഇത് ഒരു രസകരമായ ഒരു കഥ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. ഒരിക്കല് ഒരു ചെരുപ്പ് കമ്പനി ആഫ്രിക്കയിലെ ഒരു രാജ്യത്തെ പറ്റി അവരുടെ MD കേട്ടു. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സാധാരണക്കാരായ അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്തൊരു ജനങ്ങളാണ്. എന്നാൽ ഈ ആഫ്രിക്കയിൽ ഈ ചെരുപ്പ് കമ്പനിക്ക് ബ്രാഞ്ചുകളില്ല. പക്ഷെ ഒരു ദ്വീപാണ്. അതില് ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്നു. ഇവർക്ക് പുറം ലോകവുമായിട്ട് ഒരു വലിയ കണക്ഷനൊന്നുമില്ല, വളരെ കുറച്ച് കണക്ഷനേ ഉള്ളൂ. പക്ഷെ ഇത്രയും ആൾക്കാർ അവിടെയുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ഇത്രയും ആൾക്കാരിലേക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട്, ഇവരാരും ചെരുപ്പിടാത്തവരാണ് എന്നുള്ള ഒരു മെസ്സേജ് ഇദ്ദേഹത്തിന് കിട്ടി. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ പലരും? അങ്ങനെ ഈ ചെരുപ്പ് കമ്പനിയുടെ MD 2 സെയിൽസ് റെപ്രസെന്റേറ്റീവുമാരെ ഈ രാജ്യത്തേക്ക് അയക്കുകയാണ്. അതിൽ ഒന്നാമൻ വന്ന് റിപ്പോർട്ട് ചെയ്തു, നമ്മൾ അവിടെ കമ്പനി തുടങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവിടെയുള്ള പ്രാകൃതരായിരിക്കുന്ന ഈ മനുഷ്യർ ചെരുപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ വെറുതെ കമ്പനി തുടങ്ങിയാൽ നഷ്ടമാണ്. ഇതാണ് ഒരാളുടെ വീക്ഷണം. നെഗറ്റീവാണ്, അല്ലെ, നെഗറ്റീവ് മാർക്ക്. രണ്ടാമൻ പോയിട്ട് അവിടെ നിന്ന് എഴുതി, ഇവിടെ നമുക്ക് അനന്തമായ സാധ്യതകളാണുള്ളത്. കാരണം നമ്പർ 1, ഇവിടെ ഒരുത്തനും ചെരുപ്പെന്ന് കേട്ടിട്ടേ ഇല്ല. ഒരു ചെരുപ്പ് കമ്പനിയും ഇവിടേക്ക് വന്നിട്ടില്ല. ഒരാളും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഈ കല്ലിലും മുള്ളിലും നടന്ന് ഇവരുടെ പാദങ്ങൾക്കൊക്കെ ഒരുപാട് പരിക്ക് പറ്റിയിരിക്കുന്നു. അപ്പൊ ഇവർ ആഗ്രഹിക്കുന്നു ഇതിനെ തടയിടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണം. പക്ഷെ ഇവർക്ക് ചെരുപ്പിനെ പറ്റി അറിയില്ല. അപ്പൊ നമ്മൾ ചെരുപ്പിനെ പറ്റി ഒരു പ്രചരണം കൊടുത്ത് ഇതിട്ടാലുള്ള ഗുണങ്ങളെ പറ്റി പറഞ്ഞ് കഴിഞ്ഞാൽ, ഇവരെ ബോധവൽക്കരിച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് നമ്മുടെ ചെരുപ്പ് എത്തിക്കാൻ പറ്റും. വലിയ രീതിയിൽ നമ്മുടെ കമ്പനി അവിടെ വളരും. ഇതാണ് കാഴ്ചപ്പാട് എന്ന് പറയും. ഒരു വിഷയത്തിലുള്ള 2 കാഴ്ചപ്പാടുകൾ. ഒരാൾ പറഞ്ഞു ആരും ചെരുപ്പ് ഉപയോഗിക്കാത്തവരാണ്, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, കമ്പനി നഷ്ടമാണ്. രണ്ടാമത്തവൻ വേറെ രീതിയിലാണ് ചിന്തിച്ചത്. അവൻ പറഞ്ഞു അനന്തമായ സാധ്യതകളാണ്, ഒരുത്തനും ചെരുപ്പിടുന്നില്ല, ഇവര് ചെരുപ്പിടാതെ നടന്ന് കാലുകൾക്ക് പരിക്കാണ്. അപ്പൊ ഇവരെ നമ്മൾ പരിക്ക് വെച്ച് നിൽക്കുമ്പോൾ ഇത് മാറാൻ ഒരു പരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ അവർ അതിലേക്ക് വരും, ശ്രദ്ധിക്കും. ചെരുപ്പിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ചെരുപ്പും ഷൂവും ഒക്കെ ഇവിടെ ലക്ഷക്കണക്കിന് രീതിയിൽ ചിലവാകും. ഇതാണ് നമ്മുടെ ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ കാഴ്ചപ്പാട് തെളിഞ്ഞതായിരിക്കണം. ജീവിതത്തില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രകോപനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. ഇടയ്ക്ക് ജീവിതം നല്ല സുഖമായിരിക്കും, ഇടയ്ക്ക് ദുഃഖം വരും, ഇടയ്ക്ക് പൂർണ്ണ ആരോഗ്യവാനായിരിക്കും നമ്മൾ, ഇടയ്ക്ക് അസുഖബാധിതരായിരിക്കും, ഇടയ്ക്ക് ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാകും, ഇടയ്ക്ക് ബിസിനസ്സിൽ നമുക്ക് നഷ്ടമുണ്ടാകും. പേഴ്സണൽ ലൈഫിൽ പോലും നമുക്ക് അങ്ങനെയുണ്ട്, അല്ലെ? ഇടയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരിക്കും, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില എക്കച്ചക്കലുകൾ ഉണ്ടാകും. ഇത് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോ ഏത് പ്രതിസന്ധിയെയും പ്രകോപനത്തെയും പരീക്ഷണത്തെയും നേരിടാനുള്ള അചഞ്ചലമായ ശക്തമായ ഇളകാത്ത ഒരു മനസ്സിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ജീവിതം വിജയപൂർണ്ണമാണ്. യോഗ ജീവിതത്തെ സമഗ്രമായി വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് 4 ചുറ്റുപാടും നിന്നാണ് വീക്ഷിക്കുന്നത്. അപ്പോ ഈ സമഗ്ര വീക്ഷണത്തിൽ യോഗ കണ്ടെത്തി ഒരു മനുഷ്യന് 4 തലങ്ങളാണുള്ളത്: ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്. അവൻ നേരിടുന്ന പ്രശ്നങ്ങളും 4 തലത്തിലാണ്: ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഭൗതിക പ്രശ്നങ്ങൾ, നമ്മുടെ ഉള്ളിൽ അനന്ത ശക്തി അറിയാത്തത് കൊണ്ടുള്ള ആത്മീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ. ഇതിനുള്ള പരിഹാരവും യോഗ പറയുന്നു. നിങ്ങളൊരു യോഗ ക്രിയ അതിരാവിലെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഊർജ്ജസ്വലമാകും, മനസ്സ് ഏകാഗ്രചിത്തമാകും, ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കും, നിങ്ങളുടെ ഉള്ളിലെ കുണ്ഡലിനി ശക്തി, ഷഠാധാര ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമെന്നാണ് യോഗ പറയുന്നത്. അപ്പൊ അങ്ങനെ വ്യക്തി നന്നായാൽ
വ്യക്തികളുടെ കൂട്ടമാണ് കുടുംബം. അനേക കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത്, അല്ലെ? ആ സമൂഹങ്ങളുടെ കൂട്ടമാണ് നമ്മുടെ രാഷ്ട്രം. ഈ രാഷ്ട്രങ്ങൾ ചേരുന്നതാണ് ലോകം. ആത്യന്തികമായി വ്യക്തി നന്നായാൽ കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവും നന്നാകും. അതാണ് വ്യക്തിധർമ്മം, സമഷ്ടിധർമ്മം എന്ന് പറയും. വ്യക്തിധർമ്മവും സാമാജിക ധർമ്മവുമാണ് യോഗം. അപ്പൊ പറഞ്ഞു, ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ശരിയായി. 3, അതിൽ വരുന്ന തടസ്സങ്ങളെ നമ്മൾ അറിയണം. ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങൾ. നിങ്ങൾ വിൽക്കുന്നത് ഒരു കറി പൗഡർ ആണെന്ന് ഇരിക്കട്ടെ. ആ കറി പൗഡർ ആണെങ്കിൽ നിങ്ങളുടെ കറി പൗഡറിന്റെ മേന്മ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കണം. അതിനെപ്പറ്റി പരസ്യങ്ങൾ കൊടുക്കണം. ഇൻസ്റ്റായും യൂട്യൂബും വിവിധ മാധ്യമങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ പരസ്യം കൊടുക്കണം, അല്ലെ? ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അതേപോലെ നടത്തണം. അതേപോലെ നിങ്ങളുടെ കറി പൗഡറിന് സമാനമായി ഉള്ള മറ്റ് കമ്പനികളെ പറ്റി നിങ്ങൾ അറിയണം. അവരുടെ പ്രോഡക്റ്റിന്റെ വിലയെ പറ്റി അറിയണം. അവർ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ള അറിയണം. എന്തുകൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ അവർ വിറ്റുപോകുന്നു എന്ന് നിങ്ങൾ ശരിയായി പഠിച്ച് മനസ്സിലാക്കണം. അതിനെ വെട്ടുന്ന തരത്തിൽ ഉള്ള മേന്മ, അഡ്വർടൈസ്മെന്റുകള്, ക്വാളിറ്റി, ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒരു കാര്യത്തോട് വിശ്വാസം ഉണ്ടായാൽ അവരത് വാങ്ങിക്കും. നമ്മൾ എന്നും ലെക്സിന്റെ പരസ്യം ടിവിയിൽ കേൾക്കുകയാണ്. നിങ്ങൾ നാളെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സോപ്പിന്റെ ആ ഒരു മേഖലയിലേക്ക് പോയാൽ എത്ര സോപ്പ് ഇരുന്നാലും നിങ്ങൾ എന്തിലേക്ക് പോകും? ലെക്സിലേക്ക് പോകും, അല്ലെ? കാരണം നിരന്തരമായി നിങ്ങൾ കാണുന്നത് കേൾക്കുന്നത് ലെക്സിനെ പറ്റിയാണ്. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്തത് ലെക്സ് എന്ന സോപ്പിനെ പറ്റിയാണ്. സന്തൂറും എല്ലാം ഇരിപ്പുണ്ട്, മെഡിമിക്സും ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ലെക്സ് എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പലകുറി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലെക്സിനെ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് പോകും. ഇതാണ് പരസ്യങ്ങളിലൂടെ കമ്പനികൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരാൾ ഇതിനെപ്പറ്റി അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ലക്ഷ്യബോധം വേണം, ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗം വേണം. മാർഗത്തിൽ വരാവുന്ന തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കി വെക്കണം. തടസ്സങ്ങൾ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം. 4, ഏറ്റവും പ്രധാനമാണ് ഈശ്വര വിശ്വാസം വേണം. ഒരു ഉപാസന വേണം. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും വേണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയും നിങ്ങൾ പഠിച്ച സാധനകൾ നന്നായി ചെയ്യുകയും അതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും നമ്മുടെ ആത്മതലത്തെയും ഊർജ്ജവൽക്കരിക്കുകയും ചെയ്താൽ ആ ദിവസം മുഴുവൻ നിങ്ങൾ പോസിറ്റീവായിരിക്കും, നിങ്ങൾ ക്രിയേറ്റീവ് ആയിരിക്കും, നിങ്ങൾ ഊർജ്ജസ്വലനായിരിക്കും. ഇപ്പൊ നമ്മളുടെ ശിവകുണ്ടലിനി ക്രിയ, ആയുഷ്കല പോലെയുള്ള മെത്തേഡുകൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ രാവിലെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എന്തും നേരിടാനുള്ള കരുത്തും ഊർജവും ശക്തിയും ചൈതന്യവും മനഃശാന്തിയും ഒക്കെ നിറയ്ക്കും എന്നുള്ളതാണ്. അപ്പോ മനുഷ്യ ജീവിതത്തെ സമഗ്രമായി സ്വാധീനിക്കുന്ന ശാസ്ത്രമാണ് യോഗ. അതിൽ തന്നെ നമ്മളിപ്പോൾ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്ന ശിവകുണ്ടലിനി യോഗം ആയുഷ്കല എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. നമ്മുടെ 4 ഘടകങ്ങളെയും, ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും ശക്തമാക്കും. അതിലൂടെ കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവും വിശ്വവും മുഴുവൻ ശ്രേഷ്ഠമാക്കാൻ നമുക്ക് ഇതിലൂടെ കഴിയും. ഇതാണ് മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള യോഗയുടെ സമഗ്രമായ വീക്ഷണത്തിന്റെ ഒരു ചുരുക്കം. ഓക്കെ, ഞാനൊന്ന് ലളിതമായി ഇന്നത്തെ സത്സംഗത്തിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 9:47 10 മണിയോട് കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഗുരുജി നമസ്തേ, എന്റെ പേര് മുകേഷ് എന്നാണ്. ഗുരുജി, ഞാൻ ESP പാരനോർമൽ അതീന്ദ്രിയം എന്ന് പറഞ്ഞ ചാനലില് ഗുരുജിയുടെ ഇന്നലത്തെ ഒരു കുണ്ടലിനി ഇതിനെ പറ്റി ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞില്ലായിരുന്നു ആയുഷ്കല വിദ്യ വന്ന് ലെവൽ 8 വരെയാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ ഗുരുജിക്ക് മെസ്സേജ് അയച്ചപ്പോ അതിൽ ലെവൽ 11 വരെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. 1.5 വർഷം വരെ എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേറൊന്നും പറഞ്ഞോളൂ. അല്ല, പിന്നെ വേറൊന്നും പറഞ്ഞു കഴിഞ്ഞാല് ഗുരുജിക്ക് ദീക്ഷ തന്ന ഗുരുജി ആരാണ്? ഗുരുജിയുടെ ശരിക്കുള്ള ഗുരു, അതായത് ശിവകുണ്ടലിനി ക്രിയായോഗത്തിലെ ദീക്ഷ തന്നതും തന്ത്രയോഗത്തിലെ ദീക്ഷ തന്ന ഗുരുക്കന്മാർ ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ശിവകുണ്ടലിനി യോഗം എന്ന് നമ്മൾ അല്ല, ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര, നമ്മളുടെ ഗുരുപരമ്പര ചിട്ടപ്പെടുത്തിയതിന് അതിന്റെ തലം ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നവർ എത്തി നിൽക്കുന്ന തലം 8ാം ലെവൽ വരെയാണ്. 11 ലെവലുകൾ വരെ അതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനങ്ങനെ ചിട്ടപ്പെടുത്തി സിലബസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ റീച്ച് ചെയ്യേണ്ട തലം എന്ന് പറയുന്നത് 8ാം തലമാണ്. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായാലേ +2 ചേരാൻ പറ്റൂ. എന്നതുപോലെ ഈ 8 തലങ്ങൾ എത്തി അത് കടന്നു കഴിഞ്ഞാണ് 10ഉം 11ഉം പിന്നെ വേറെ അനേക തലങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് സിലബസ് രൂപവൽക്കരിച്ച് വെച്ചിരിക്കുന്നത്
8ാം തലം വരെയുള്ള സിലബസുകളാണ് ഉള്ളത്. അതിൽ 11 തലങ്ങളുണ്ട്. പക്ഷെ 8 കടന്ന് 9 കഴിഞ്ഞ് 10 കടന്നിട്ടാണ് 11 പോകുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഇപ്പൊ നമ്മൾ വിശദമായി പറയാത്തത്. ഒന്നാമത്തെ ഉത്തരം. 2, നമ്മളുടെ സമ്പ്രദായം ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിലെ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന പരമഗുരുവിന്റെ സിസ്റ്റമാണ് നമ്മൾ പിന്തുടരുന്നത്. ഇതിലുള്ള ഓരോ ടെക്നിക്സും, ഇതിലെ ഓരോ ഇപ്പൊ പറഞ്ഞില്ലേ 11 ലെവൽ വരെ കുണ്ഡലിനി ക്രിയയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ചിട്ടപ്പെടുത്തിയത് ഹിമാലയൻ സിദ്ധാശ്രമത്തിലെ യോഗികളാണ്, ആ പരമ്പരയാണ്. ഞാൻ അവിടെ നിന്ന് പഠിക്കുന്നു, അത് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പഠിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മളും പഠിച്ചു പോകുമ്പോൾ നമുക്കും ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് സ്വയം അനുഭവിക്കാൻ കഴിയും. ഇപ്പൊ കുണ്ഡലിനി ക്രിയ ചെയ്യുന്ന സാധകരാണ് ഇന്നത്തെ മീറ്റിൽ ഏറ്റവും അധികമുള്ളത്. 160ഓളം പേര് ഇതിന്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ശിവകുണ്ഡലിനി ക്രിയ ചെയ്യുന്നവരോട് പേഴ്സണലി നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ. അവർക്കൊക്കെ ഒരു ശാന്തി, സന്തോഷം, സമാധാനം, ചക്രങ്ങൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ, സെൻസേഷൻ, ഉയർന്ന ധ്യാനാവസ്ഥകൾ, ആന്തരികമായി ഉണ്ടാകുന്ന പല സൂക്ഷ്മ ദർശനങ്ങൾ, നാദശ്രവണം, വെളിച്ചമൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ പുറത്തു പറയില്ല. അത് പേഴ്സണലി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മളും പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നമുക്കും ഇതൊക്കെ ഉണ്ടാകും. ഇതൊന്നും ഇല്ലാത്തതല്ല, ഇതെല്ലാം 100% റിയൽ ആണ്. അല്ലെ, പഞ്ചസാര കഴിക്കാത്ത ഒരാളോട് പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുമോ? വെള്ളാരം മണലാണെന്ന് പറയും, ഇല്ലേ? പഞ്ചസാര കഴിച്ചു കഴിയുമ്പോഴാണ് ഇതിന് മധുരമാണെന്ന് അറിയുന്നത്. എന്നതുപോലെ കുണ്ഡലിനി ക്രിയയെ പറ്റി നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഡെയിലി നിത്യജീവിതത്തിന്റെ ഭാഗമായി അനുഷ്ഠിക്കുമ്പോൾ ഇതൊക്കെ റിയൽ ആണെന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. ഓക്കെ, ശരി. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? നമ്മുടെ ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് കർമ്മഫലങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ കർമ്മം എരിച്ചു കളയുന്ന രീതി പ്രാണായാമങ്ങളിലൂടെയാണോ? ഈ കുണ്ഡലിനി ക്രിയ എന്ന് പറയുന്നത് സമഗ്രമായ ഒരു പരിശീലനമാണ്. അതിൽ പ്രാണായാമങ്ങളുണ്ട്, മന്ത്രജപങ്ങളുണ്ട്, സൂക്ഷ്മ ധ്യാനക്രിയകളുണ്ട്, ചക്ര ധ്യാനക്രിയകളുണ്ട്, സങ്കല്പ മന ശാക്തീകരണ ക്രിയകളുണ്ട്. അതായത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെയും ആസ്ട്രൽ ബോഡിയെയും സൂക്ഷ്മ ചക്രങ്ങളെയും സ്വാധീനിക്കുന്ന മെത്തേഡുകളാണ് ഇതിൻ്റെ അകത്തുള്ളതെല്ലാം. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കത് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ കരൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ വൃക്ക എങ്ങനെയാ ഈ പറയുന്ന അരിക്കല് പ്രവർത്തനം, ശുദ്ധീകരണ പ്രവർത്തനമൊക്കെ നടത്തുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള സാധനമല്ലേ, നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ കുണ്ഡലിനി ക്രിയ ചെയ്താൽ അത് സൂക്ഷ്മതലത്തിൽ അത് പ്രവർത്തിക്കും. ജന്മജന്മാന്തരകൃതമായ കർമ്മങ്ങളുടെ എഫക്റ്റിനെ ഇല്ലായ്മ ചെയ്യും. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഇപ്പോ പബ്ലിക്കലി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്വയം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അത് ക്ലാസ്സുകളിൽ, മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ വിശദമായി പറയാം. നമസ്തേ ഗുരുജി, ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഈ സ്വാമി നിഖിലേശ്വരാനന്ദ്ജി മഹാരാജ് ഇപ്പോഴും ശരീരത്തിലുള്ള സ്വാമിയാണോ? നമ്മൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ? ഞാൻ ഇദ്ദേഹത്തെ പറ്റി ഒന്ന് ഗുരുനാഥനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഒരു പബ്ലിക്കലി നമ്മൾ പറയാറില്ല. ഞാൻ പറയാറില്ലെന്ന് മാത്രമല്ല, ഒരു ഗുരുപരമ്പരയിൽപ്പെട്ടവരും അവർ ഗുരുക്കന്മാർ നൽകുന്ന നിർദ്ദേശം ഉള്ളത് കൊണ്ട് അവർ പബ്ലിക്കലി പറയില്ല. എന്നാൽ ഇപ്പൊ നമ്മളുടെ തന്നെ കുണ്ഡലിനി ക്രിയയുടെ 8ാം തലത്തിലേക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അദ്ദേഹത്തെ പറ്റി ഒരുപാട് വിവരങ്ങൾ അറിയാം. ധാരാളം പേര് 8ാം തലത്തിലുള്ളവരല്ല, ധാരാളം പേര് അദ്ദേഹത്തെ ദർശിച്ചിട്ടുള്ളതാണ്. അദ്ദേഹവുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാർ പോലും ഉണ്ട്. ഇതൊന്നും അത്ഭുതമല്ല. ഞാൻ ESPയിലെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം അതായിരുന്നു. ഒന്ന്, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഗൂഗിൾ മീറ്റിനെ പറ്റി 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുമോ? ഗൂഗിൾ മീറ്റ് വരും, അതുകൊണ്ട് നമുക്ക് ലണ്ടനിലുള്ളവരും UK-യിലുള്ളവരും അമേരിക്കയിലുള്ളവരും കേരളത്തിലുള്ളവരും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ 50 വർഷം മുമ്പ് അത് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. മർക്കോണി റേഡിയോ കണ്ടുപിടിച്ച സമയത്തിൽ അവന് പ്രാന്താണെന്നാണ് പറഞ്ഞത്. കാരണം കമ്പിയില്ലാതെ എങ്ങനെയാണ് ഈ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് മനുഷ്യനെന്ന് അജ്ഞാതമായിരുന്നു. അവന്റെ ചിന്താശേഷിയിലില്ല. നമ്മൾ ഈ പറയുന്ന ഗുരുക്കന്മാരെല്ലാം റിയലാണ്, 100% ഇവരുള്ളതാണ്. സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും അദ്ദേഹവും ഉള്ളതാണ്. മഹാവതാർ ബാബാജി എത്രയോ നൂറ്റാണ്ടുകളായിട്ട് എന്ന് പറയാം, ആയിരക്കണക്കിന് വർഷങ്ങളോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ പരിമിതരല്ല. ഒരു നിശാശലഭത്തിന്റെ ആയുസ് 7 ദിവസമാണ്. അത് ജനിച്ച് 7 ദിവസം കഴിയുമ്പോൾ മരിച്ചു പോകും. അല്ലെ, നമ്മൾ എത്ര വർഷം? നമ്മൾ 60 വർഷം ജീവിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം നിശാശലഭത്തിന്റെ ആയുസ് നിസ്സാരമല്ലേ. അപ്പൊ ഇവർക്ക് ജനനം, മരണം, യുഗം ഇതൊക്കെ വരും പോകും. ഇവര് ലോക കല്യാണാർത്ഥം വരുന്ന എല്ലാ മനുഷ്യരെയും ഈശ്വരനിലേക്ക് എത്തിക്കുക എന്ന മിഷന്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസരെ പോലെ അനേകം യോഗികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
അനേകം ഋഷികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മനുഷ്യരെ മുഴുവൻ ഈശ്വരനിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയും മഹാവതാർ ബാബാജിയുടെ ഗൗരി ശങ്കർ പീഠത്തിലെ പരമ്പരകളും ഒക്കെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുകയാണ്. അനേകം മിഷനുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഉള്ളതാണ്. അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ആണ്. നിങ്ങളുടെ ഉള്ളിലെ മൂന്നാം കണ്ണ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാമി നീലേശ്വരാനന്ദ പരമഹംസരെ മാത്രമല്ല അനേകം ഗുരുക്കന്മാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് ആണ് ഈ മൊബൈൽ ഫോൺ. നമ്മളിപ്പോ ഗൂഗിൾ മീറ്റില് ഇരിക്കുന്നത് ഈ ഡിവൈസിലൂടെയാണ്, അല്ലെ? ഇതിലൂടെ നമുക്ക് എവിടെ നിന്നും കാര്യങ്ങളെ നമുക്ക് കാണാനും പറയാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതൊരു വലിയൊരു സാധ്യതയാണ്. എന്നതുപോലെ തന്നെ ഇത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഒരു 50 വർഷം മുമ്പ് ഇത് ഉണ്ടായിരുന്നില്ല. എന്നതുപോലെ നിങ്ങളുടെ ഉള്ളിലെ മൂന്നാം കണ്ണ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഗുരുവും നിങ്ങൾ ഗുരുവിനെ തേടി പോകേണ്ട ആവശ്യമേ ഇല്ല. ഗുരു നിങ്ങളിലേക്ക് വരും. പക്ഷെ ഇതിന് നമുക്ക് തുറക്കണം. ഇതാണ് തൃക്കണ്ണ്. ഇതെന്തുകൊണ്ടാണ് തുറക്കാത്തത്? പൂർവ്വജന്മത്തിലെ നമ്മളുടെ കർമ്മദോഷങ്ങൾ, പാപങ്ങൾ, അജ്ഞാനം, നമ്മളെ ചക്രങ്ങൾ ആക്റ്റീവ് ആകാത്തത് കൊണ്ടുള്ള അനേക വിഷയം. ഈ ജീവിതത്തിൽ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത, സാധനയില്ലാത്ത ജീവിതം കൊണ്ടൊന്നും ഇത് ഓപ്പൺ ആവില്ല. നിസാരമല്ല ഇതിനെ ഓപ്പൺ ചെയ്തെടുക്കുക. ഇപ്പൊ ഇന്ന് ചില മെഡിറ്റേഷനുകളൊക്കെ ഉണ്ട്. 3 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യും. 10,000, 10,000, 25,000 രൂപയൊക്കെ വാങ്ങിക്കും, അല്ലെ? അങ്ങനെയൊന്നും ഒരാളെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ എരിഞ്ഞു തീരണം. സാധനയിലൂടെ ഷഡാധാര ചക്രങ്ങൾ എനർജൈസ് ചെയ്യപ്പെടണം. ആ ഒരു തലം വന്നാൽ നമുക്കിത് ഓപ്പൺ ആക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഈ ക്രിയകൾ ചെയ്താൽ ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചറാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോഴാണ് പ്രൊഫസേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോ ഇപ്പോ എന്നെ പോലെയുള്ള ചെറിയ ടീച്ചർമാരൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് 10ാം ക്ലാസ് ജയിച്ച് +2 കഴിഞ്ഞ് കോളേജിൽ പോയാൽ സ്വാമി നീലേശ്വരാനന്ദ പരമഹംസർ ഉൾപ്പെടെയുള്ള അനേകം ഗുരുക്കന്മാർ നിങ്ങൾക്ക് കാണാനും ദർശിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. 100% സത്യമാണ്. പക്ഷെ അതിന് നമ്മളെ മൂന്നാം കണ്ണ് ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ. ഗുരുജി, പിന്നെ ഈ തൃക്കണ്ണ് തുറക്കാൻ, അഷ്ടചക്രം തുറക്കാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എളുപ്പമുള്ള മാർഗം ശാംഭവി മുദ്രയാണെന്ന് സദ്ഗുരു പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ഇഷ സദ്ഗുരുവിന്റെ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ ശാംഭവി മഹാമുദ്രയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ശാംഭവി മുദ്രയും ശാംഭവി മഹാമുദ്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നെ ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഈ ശാംഭവി മുദ്രയും ഉന്മണി മുദ്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും കാണാൻ ഒരുപോലെ അതൊന്നും നമുക്ക് ഇപ്പോ ഒരു പബ്ലിക്കലി വളരെ വിശദമായി ചർച്ച ചെയ്യാൻ അതിന് സമയമില്ല. ഒന്നാമത്തെ കാര്യം, ശാംഭവി എന്ന് പറയുന്നത് മുദ്രാശാസ്ത്രത്തിലെ ഏറ്റവും ഉയർന്ന മുദ്രയാണ് ശാംഭവി. ശാംഭവി നമ്മുടെ തൃക്കണ്ണ് ഓപ്പൺ ചെയ്യുന്ന മുദ്രയാണ്. ആജ്ഞാചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന മുദ്രയാണ്, ആക്റ്റീവ് ആക്കുന്ന മുദ്രയാണ് ശാംഭവി. ശാംഭവി നിങ്ങൾ ബാഹ്യമായി മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പൊ ശാംഭവി എന്ന് പറഞ്ഞാൽ 2 കണ്ണുകളും പുരികക്കുടികൾക്ക് മധ്യേ തുറന്നു വെച്ച് ഇമ വെട്ടാതെ കൃഷ്ണമണി ഇളക്കാതെ ഇരിക്കുന്നതാണ് ശാംഭവിയുടെ ബാഹ്യതലം. ഇത് ഒരു മറ്റമേ ആകുന്നുള്ളൂ. ഇതിൽ നിങ്ങൾ സിദ്ധി നേടിയാൽ, കണ്ണ് അനങ്ങാതെ ഇമ വെട്ടാതെ ഇത്ര സമയം ഇരിക്കാനുള്ള സിദ്ധി എങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ കുറയും. നിങ്ങളുടെ കണ്ണ് മറ്റൊരു കാഴ്ചയും കാണില്ല. മനസ്സ് ശാന്തമാകും. ശരീരത്തിന്റെ അധോമുഖിയായി ചക്രങ്ങളിലൂടെ, ഇടാപിംഗല നാഡികളിലൂടെ ഒഴുകുന്ന പ്രാണൻ ശാംഭവി മുദ്ര ചെയ്തു കഴിഞ്ഞാൽ ഊർധമുഖിയാകും. നിങ്ങളുടെ തൃക്കണ്ണ് ആക്റ്റീവ് ആകും. ആജ്ഞാചക്രം ആക്റ്റീവ് ആകും. ബിന്ദുചക്രം ആക്റ്റീവ് ആകും. നിങ്ങളുടെ ഉള്ളിലെ മെഡുല്ല ആക്റ്റീവ് ആകും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി വരെയുള്ള ചക്രങ്ങളിൽ കൂടി പ്രാണന്റെ സഞ്ചാരം കൃത്യമായിട്ട് വരും എന്നുള്ളതാണ് ഈ മുദ്രയുടെ പ്രത്യേകത. ഫിസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകാഗ്രതാ ശക്തി കൂടും. നിങ്ങളുടെ പല തലയുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളും നിവാരണം ചെയ്യപ്പെടും. മുഖത്തിന്റെ പ്രസന്നത വർദ്ധിക്കും. ആജ്ഞാശക്തി സ്ഫുരിക്കുന്ന ശാന്തമായ കണ്ണുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം ഒരു ഗുരുവിൽ നിന്ന്. ഇപ്പൊ ഇന്നർ എഞ്ചിനീയറിംഗ് അവിടുത്തെ പ്രോഗ്രാം വളരെ നല്ലതാണ്. സദ്ഗുരുവിന്റെ, നിങ്ങൾ ഏത് ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചാലും, സദ്ഗുരുവോ ഏത് ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചാലും അതൊക്കെ നല്ല പരമ്പരയാണ്. അതിൽ പോകുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് പലതും ഉണ്ടാകും. ശാംഭവിയും ഉന്മനിയും മനോന്മനിയും ഒക്കെ വിവിധങ്ങളായ ഗൂഢമുദ്രകളുണ്ട്. ഓക്കെ, അതൊന്നും നമുക്കൊരു പബ്ലിക്കലി പറയേണ്ടതല്ല. നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാനും ചെയ്യാനും അവസരങ്ങൾ ഉണ്ടാകും. ഓക്കെ. ഗുരുജി, കുഞ്ഞുങ്ങളിൽ കുണ്ടലിനി ആക്റ്റീവ് ആണോ? ആകും. ഉദാഹരണം പറഞ്ഞാൽ അതാണ് 2 തരത്തിലുള്ള സിദ്ധന്മാരും. ഒന്ന് ജന്മസിദ്ധന്മാരും, 2 കർമ്മ സിദ്ധന്മാരും. സ്വാമി പരമഹംസ യോഗാനന്ദ,
സ്വാമി വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസർ, അതേപോലെ തന്നെ ഉള്ള അനേകം രമണ മഹർഷി, ഇങ്ങനെയുള്ളവരൊക്കെ ജന്മസിദ്ധന്മാരാണ്. എന്താണ് ഈ ജന്മസിദ്ധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന കുണ്ഡലിനി ശക്തി ആക്റ്റീവായി വരുന്നവർ. നമ്മൾ ഈ കിടന്ന് പെടാപ്പാട് പഠനത്തിന് ഈ ശക്തി ഒന്ന് ആക്റ്റീവാക്കി ചക്രങ്ങളിലൂടെ കടത്തി ആജ്ഞ വരെയെങ്കിലും എത്തിക്കണം. ഇവർക്ക് അങ്ങനെയല്ല. അതാണ് സ്വാമി വിവേകാനന്ദന്റെ ബുക്സ് ഒക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് കണ്ണടച്ച് പോകുമ്പോൾ ഇദ്ദേഹം വലിയൊരു പ്രകാശത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹം അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, ഞാൻ കാണുന്നത് വലിയൊരു പ്രകാശമാണ്, അമ്മയും ഉറങ്ങുന്നത് ഇങ്ങനെയാണോ? നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ കുറ്റാക്കൂറ്റിരുട്ടും സ്വപ്നവും പേടിപ്പിക്കലും ഒക്കെയാണ് അല്ലെ? സ്വാമി വിവേകാനന്ദൻ കണ്ണടച്ച് കഴിയുമ്പോൾ കാണുന്നത് വലിയൊരു ജ്യോതി ദർശനമാണ്. ഇത് തന്നെ നിങ്ങൾ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി വായിച്ചാൽ പരമഹംസ യോഗാനന്ദ അതിരാവിലെ, വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതിരാവിലെ എഴുന്നേറ്റ് പത്മാസനത്തിലിരിക്കും, ആരും പഠിപ്പിക്കാതെ തന്നെ. അദ്ദേഹത്തിന്റെ ഈ നെറ്റിയിലും തിരുനെറ്റിയിലും തെളിയുന്നത് ഹിമാലയവുമായിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം ഒരു വെളിച്ചമാണ് പരമഹംസ യോഗാനന്ദ ആദ്യം കാണുന്നത്. പിന്നെ ആ വെളിച്ചത്തെ അദ്ദേഹം ഒബ്സർവ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം ആസ്ട്രൽ ബോഡിയുടെ തലത്തിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ മൂന്നാം കണ്ണ് ഓപ്പൺ ആകും. പിന്നീട് അദ്ദേഹം ഹിമാലയത്തിലെ യോഗികളുമായിട്ടാണ് കാണുന്നത്. അവരുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രീരാമകൃഷ്ണ പരമഹംസര്, രമണ മഹർഷി, ഇവര് പൂർവ്വജന്മങ്ങളിൽ വലിയ സാധകന്മാരായി, വലിയ ഋഷികളായി. അവര് നമ്മളെയൊക്കെ പഠിപ്പിക്കാനും അവരുടെ ചില പ്രാരാബ്ദം കൊണ്ടും ഇവിടെ വന്ന് ജനിച്ചു. പക്ഷെ അവർക്ക് ജന്മനാ തന്നെ കുണ്ഡലിനി ആക്റ്റീവായി വന്നവരാണ്. മനസ്സിലായി? അങ്ങനെയാണ് ജന്മസിദ്ധന്മാരെന്നാണ്. രണ്ട് കർമ്മസിദ്ധന്മാർ. നമ്മൾ ഈ ജന്മം ജനിച്ചു, പൂർവ്വജന്മാനുഗ്രഹം, ഈശ്വരന്റെ ഗുരുവിന്റെ ഒക്കെ കാരുണ്യം കൊണ്ട് നമുക്കൊരു പാത കിട്ടി. ഇപ്പൊ നമ്മൾ ശിവകുണ്ഡലിനി പഠിച്ചു, ആയുഷ്കല പഠിച്ചു. ഇത് നിങ്ങൾ ചെയ്താൽ കർമ്മം കൊണ്ട് നിങ്ങൾ സിദ്ധരാകും. അതായത് സിദ്ധ എന്ന ശബ്ദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. സിദ്ധ പദവി എന്ന് പറയും. കുണ്ഡലിനി ആക്ടിവേറ്റ് ചെയ്ത ഒരാൾ സിദ്ധനാണ്. മൂലാധാരത്തിലെ ശക്തിയെ ആജ്ഞ വരെ എത്തിച്ചാൽ നിങ്ങൾക്ക് സിദ്ധ പദവി ഉണ്ടാകും. ഈ തേർഡ് ഐ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സിദ്ധ പദവിയാണെന്നാണ് യോഗികൾ പറയുന്നത്. അങ്ങനെ കർമ്മം കൊണ്ട് നമുക്ക് സിദ്ധരാകാൻ സാധിക്കും. അതായത് ക്രിയാകുണ്ഡലിനി കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ, ശിവകുണ്ഡലിനി കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ കർമ്മസിദ്ധന്മാരാകും. അപ്പൊ ജന്മനാ തന്നെ ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ പൂർവ്വജന്മത്തിന്റെ ഇതുകൊണ്ട്, അതിന്റെ ഒരു തുടർച്ചയാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. പൂർവ്വജന്മവും പുനർജന്മവും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ജന്മനാ സിദ്ധന്മാരായി. ഓക്കെ, നമ്മുടെ സമയം 10 മണി കഴിഞ്ഞു. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ വേഗം ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ദിവസം ഇടയ്ക്ക് ക്ലാസ് വെക്കണോ ഇങ്ങനെ? അതോ ബോറടിയാണോ? ഒരാളെ ഒരാളെ മെസ്സേജ് ഒരു ദിവസം സംശയ നിവാരണത്തിന് മാത്രമായിട്ട് ക്ലാസ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനേക സംശയങ്ങൾ വളരെ നല്ല കാര്യമാണ്. സംശയം വേറെ ക്ലാസ് വെക്കണം. നമുക്ക് എനിക്ക് സമയക്കുറവാണ് എന്റെ പ്രശ്നം. ഇപ്പൊ ഞാനിപ്പോ രാവിലെ കൊടുങ്ങല്ലൂര് വടക്കമ്പറവൂര് ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നു ഞാൻ നാട്ടിലെത്തി. അത് കഴിഞ്ഞ് 4 മണിക്ക് മറ്റൊരു പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് 6 മണി മുതൽ 8 മണി വരെ വേറൊരു പ്രോഗ്രാം ആയിരുന്നു. പിന്നെ പ്രോഗ്രാം ഇല്ല. ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നാണ്. അപ്പൊ എന്റെ സമയവും കുറച്ച് ടൈറ്റ് ആണ്. അപ്പൊ നമുക്ക് സമയം പോലെ മാസം 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ സംശയ നിവാരണ ക്ലാസ്സുകളൊക്കെ നമുക്ക് വയ്ക്കാം. സന്തോഷം. മഹാദേവനും ഗുരുപരമ്പരകളും അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും. Thank you, Guruji.